നമ്മൾ ശരിക്കും ഗൾഫിലേക്ക് ഓടുന്നതിനാ എൻ്റെ ലൈഫ് മാത്രം മാറ്റം വരുത്താനാണ്, എൻ്റെ ലൈഫ് എൻ്റെ കുടുംബം മാത്രം മാറ്റം വരുത്താനാണ്. നേരെ മറിച്ച് ഞാനൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയാലോ, എൻ്റെ സ്റ്റാർട്ടപ്പുമായിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് എൻ്റെ സ്റ്റാർട്ടപ്പിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകളുടെ ലൈഫിൽ നമുക്ക് മാറ്റം വരുത്താൻ പറ്റും. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരേ ഒരു കേരളത്തിലെ സ്ഥാപനം എജുടെക് സ്ഥാപനം എന്ന് പറയുന്നത് ജിടെക് ആണ്. അതും വളരെ അഭിമാനത്തോടു കൂടി പറയുന്നു. കേരളത്തിൽ നിന്നുള്ള കുട്ടികൾക്ക് ഒരുപാട് ഐക്യു ഉണ്ട്. ഒരു കാര്യം അവരെ പറഞ്ഞ് പഠിപ്പിക്കാൻ എളുപ്പമാണ്. അതേസമയം ഒരു ബുദ്ധിമുട്ട് ഞാൻ കണ്ടിട്ടുള്ളത് കുറച്ചാലും കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർ പറഞ്ഞാൽ കേൾക്കില്ല. ഞാൻ എന്ത് പ്രൊഡക്റ്റാണ് ലോഞ്ച് ചെയ്യണം ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത് എനിക്ക് ഓൾറെഡി ഫിക്സ്ഡ് ആണ്. പക്ഷെ അത് എങ്ങനെ ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളാണ് എനിക്ക് കൺഫ്യൂഷൻ. പ്ലാൻ ഫിക്സ് ആണെന്നുണ്ടെങ്കിൽ അതിന് നമ്മളൊരു ബഡ്ജറ്റിംഗ് ചെയ്യണം. ഇനി നല്ല പ്രൊജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ അതും ചെയ്യും, ഒന്നും കുഴപ്പമൊന്നുമില്ല. ഇവിടെയൊക്കെ എന്താ ഇങ്ങനെ വേസ്റ്റ്, ഈ വേസ്റ്റ് എന്തുകൊണ്ട് നമുക്ക് മാറ്റിക്കൂടാ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഇന്നോവേഷൻ ആയില്ലേ, ഈ പറയുന്ന ഇന്നോവേഷനിൽ നമുക്ക് അവിടുന്ന് ഒരു ബിസിനസ് സാധ്യത ഉണ്ടായിക്കൂടെ? മലബാറിലെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് വെക്കുന്നതിന്റെ മുന്നേ തടി വാങ്ങി വെക്കുന്നവരാണ്. ഈ ഒരു മാർക്കറ്റിലേക്കാണ് നമ്മൾ ഈ സാധനം കൊണ്ടുവരുന്നത്. ഇപ്പൊ പണ്ട് കാലഘട്ടങ്ങളിൽ ഒന്നും ചെയ്ത് വിജയിക്കാത്തവരെ ബിസിനസ്സിലേക്ക് വിടുക എന്നുള്ള, അല്ലെ അവൻ ബിസിനസ് തുടങ്ങുക എന്നുള്ള പരിപാടി ഉണ്ടായിരുന്നു. അത് മാറിയിട്ട് ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു ഐഡിയ ആയിട്ടാണ് ബിസിനസ്സിലേക്ക് വരുന്നത്. യൂത്തിനെ ഫോക്കസ് ചെയ്യുന്നില്ല എന്നല്ല, പക്ഷെ കൂടുതലായും ഞാൻ ഫോക്കസ് ചെയ്യുന്നത് എബോവ് 45 ആ ഒരു കമ്മ്യൂണിറ്റിയെ കുറച്ചുകൂടി മെയിൻ സ്ട്രീമിലേക്ക് അവർക്ക് സ്പേസുകൾ ഉണ്ടാവുക, അവർക്ക് ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടാവുക. ദുബായിലെ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ആളുകൾ തൂങ്ങി ഇറങ്ങി ഇത് തുടയ്ക്കുന്നു. ഇത്രയൊക്കെ ടെക്നോളജി ഉള്ള ദുബായിൽ ഇപ്പോഴും അതിന്റെ മുകളിൽ നിന്ന് മനുഷ്യർ മറ്റേ മണ്ണാച്ചം വരുന്നവണ്ണം അങ്ങനെ തൂങ്ങി വന്നിട്ട് ഇപ്പോഴും തുടയ്ക്കുക. ഇതിനൊക്കെ ന്യൂ അപ്ഗ്രേഡേഷൻ വേണോ? ഇതിനൊക്കെ സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കണോ? ഈ സ്റ്റാർട്ടപ്പുകളൊക്കെ നമുക്ക് ഉണ്ടാക്കിക്കൂടെ? നമസ്കാരം, ഗുഡ് ഈവനിങ്. MBIFL മാതൃഭൂമി ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് എഡിഷൻ 7 ഈ വരുന്ന ജനുവരി 29 മുതൽ ഫെബ്രുവരി 1 വരെ തിരുവനന്തപുരം കനോക്കുന്നിൽ നടക്കാനായിട്ട് പോവുകയാണ്. ആ ഒരു ഇവൻറ്റിൻ്റെ മുന്നോടിയായിട്ട് നടക്കുന്ന കട്ടൺ റേസർ പ്രോഗ്രാമിലേക്ക് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരെയും വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിയിട്ടുള്ള സ്പീക്കേഴ്സ് മാത്രമല്ല, മാതൃഭൂമി സ്റ്റാഫ്സ് മാത്രമല്ല എന്നറിയാം, സ്റ്റുഡൻസ് ഉണ്ട്, ഓൺട്രപ്രണേഴ്സ് ഉണ്ട്. എല്ലാവർക്കും വലിയൊരു കൈയടി തന്നുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ഒരു ഇവൻറ്റിലേക്ക് പോവുകയാണ്. ഓക്കെ, സോ വെൽക്കം ഓൾ. MBIFL ഡബിൾ സ്ട്രോങ് കടുപ്പത്തിലൊരു ചർച്ച, പവേർഡ് ബൈ കൊശമറ്റം ഫിനാൻസ് ലിമിറ്റഡ്. ഇപ്പോൾ ഇന്ന് ഈ ഒരു ചർച്ച എന്ന് പറയുന്നത് ഗൾഫ് സ്വപ്നം വേഴ്സസ് സ്റ്റാർട്ടപ്പ് സ്വപ്നം. നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് ഒരു 70s തുടക്കത്തിൽ നമ്മുടെ മലബാറിൽ, മെയിനായിട്ട് പറഞ്ഞാൽ നമ്മുടെ കോഴിക്കോട് ഗൾഫിൽ നിന്നും ജോലിക്ക് പോകുന്ന ആൾക്കാരുടെ എണ്ണം അറിയാലോ, വളരെ വളരെ കൂടുതലായിരുന്നു. അന്നും ഇന്നും ഗൾഫ് എന്ന് പറയുന്നത് ഒരു സ്വപ്നം മാത്രമായിരുന്നില്ല, അതൊരു ഉപജീവനമാണ്, അതൊരു അതിജീവനമാണ്. പ്രത്യേകിച്ച് ഇന്ന് ഈ ഒരു ചർച്ച നമ്മുടെ കോഴിക്കോട് നടക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നുള്ളൊരു കാര്യമുണ്ട്. കോഴിക്കോട് സംബന്ധിച്ച് ഇവിടുത്തെ യുവാക്കളുടെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. അവരുടെ സ്വപ്നത്തിൽ ഒന്ന് എന്തായിരുന്നു? പാസ്പോർട്ട്. ഓക്കെ, ഒന്ന് ഒരു പാസ്പോർട്ട് സ്വന്തമാക്കുക എന്നുള്ളത്, മറ്റൊന്ന് ഒരു ഗൾഫിലേക്ക് ഒരു 1 വേ ടിക്കറ്റ് സ്വന്തമാക്കുക എന്നുള്ളതായിരുന്നു. ഒരു മകൻ എവിടേക്കാണ് പോകുന്നതെന്നോ, ഗൾഫിലെ ഏത് രാജ്യത്താണെന്നോ, ഏത് കമ്പനിയിലാണെന്നോ, എത്ര രൂപയാണ് അവൻ്റെ സാലറി എന്നും കൃത്യമായിട്ടും അറിയാവുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ ആ ഒരു സ്റ്റെപ്പിൽ എത്തി നിൽക്കുമ്പോഴും നമ്മുടെ കേരളം സ്റ്റാർട്ടപ്പുകൾക്ക് എത്രത്തോളം ഫ്രണ്ട്ലി ആണ് എന്നൊരു കാര്യം, ഗൾഫ് സ്വപ്നത്തിൽ നിന്നൊക്കെ മാറി മാറി സ്റ്റാർട്ടപ്പ് ഒരു സ്വപ്നമാക്കുന്ന ജനറേഷനാണ് ഇന്ന് നമ്മളുടെ യുവതലമുറ എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് നമ്മുടെ ഈ ഒരു ചർച്ച ആരംഭിക്കാനായിട്ട് പോകുന്നത്. സോ ഗൾഫ് സ്വപ്നം വേഴ്സസ് സ്റ്റാർട്ടപ്പ് സ്വപ്നം, ഈ ഒരു ചർച്ചയിൽ നമ്മുടെ സ്പീക്കേഴ്സിനെ സ്വാഗതം ചെയ്യേണ്ട സമയം എത്തിയിരിക്കുകയാണ്. ശ്രീ മെഹ്റൂഫ് ഐ മണലോടി, ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് ജിടെക് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. മിസ്റ്റർ അഷ്റഫ് അച്ചോദ്, founder and chairman of Eloria Global Education Hub Kozhikode, and he is also the founder and managing director of Global Educations Group, Qatar. ഇനി അടുത്ത സ്പീക്കർ സോഫ്റ്റ്വെയർ ടെക്നിക്കൽ ലീഡറും ഓൺട്രപ്രണറും മെന്ററുമായ ടി ദിവ്യയാണ്, വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഡോക്ടർ ശ്രീ സൂര്യ തിരുവോത്ത്, സാഹിത്യ നഗരിയായ നമ്മുടെ കോഴിക്കോട് ലിറ്ററേച്ചറിനും ആർട്ടിനും ഒരു കഫേ ഉണ്ടെങ്കിൽ അതാണ് ശ്രീ സൂര്യയുടെ കഥ. കഥയുടെ ഓണർ ശ്രീ സൂര്യയെ ഇൻവൈറ്റ് ചെയ്യുന്നു വളരെ സ്നേഹത്തോടെ. അലൂമിനിയം സിസ്റ്റം വിൻഡോസ് ബിസിനസ് രംഗത്തെ കേരളത്തിലെ ഏക വനിത ശ്രീമതി അസ്മാ ബി അക്ബർ ഫ്രം ഫസാഡി എക്കോ സൊല്യൂഷൻസ്. നമ്മുടെ ലാസ്റ്റ് സ്പീക്കറാണ് അഖിൽ കൃഷ്ണ ടി, ഫൗണ്ടർ ഓഫ് ഗെറ്റ് ലീഡ് CRM. ഇൻവൈറ്റ് ചെയ്യുന്നു സാറിനെ വളരെ സന്തോഷത്തോടെ. ആദ്യമായിട്ട് മാതൃഭൂമിയെ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. കാരണം ഇങ്ങനെ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലുടനീളമുള്ള ഏകദേശം എല്ലാ ജില്ലകളിലും ഇതുപോലുള്ള നല്ല നല്ല ചർച്ചകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നതിന്. ഇതിൻ്റെ ഒരു പേര് തന്നെ വളരെ വളരെ വ്യത്യസ്തമാണ്, ഡബിൾ സ്ട്രോങ് ടി.
പ്രത്യേകിച്ച് കോഴിക്കോടിനെ സംബന്ധിച്ചോളം നമുക്കറിയാലോ, ഒരുപാട് ചായ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ച് നമ്മളെ കോഴിക്കോട് ബീച്ചൊക്കെ 24 മണിക്കൂറും ഈ ചായ കുടിക്കാനായിട്ട് ആൾക്കാർ വരുന്നതാണ്. അപ്പം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന 2 വരി പാട്ടുണ്ട്, നമുക്ക് അത് വെച്ച് തുടങ്ങാം അല്ലേ? അല്ലേ? അല്ല നന്നാവുക. ഏറെ മോന്തിയായിട്ടുള്ളൊരു മധുരമിട ചായയിൽ പങ്കു ചേരുവാൻ വന്നൊരു, അല്ലേ? അങ്ങനെ ഒരു പാട്ടുണ്ട്. അത് കോഴിക്കോടിനെ ആ ഒരു സ്നേഹത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ ഒരു പാട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ചർച്ചയിലേക്ക് കിടക്കാം. വളരെ അഗ്രസീവായിട്ടുള്ള ഡൈനാമിക് ആയിട്ടുള്ള കുറേ നല്ല എൻ്റർപ്രണേഴ്സ് ഇവിടെ ഉണ്ട്. ഞാൻ ആദ്യം എന്നെ പരിചയപ്പെടുത്താൻ, എൻ്റെ പേര് മെഹറൂഫ് മണലുടി. ഞാൻ ജിടെക് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ചെയർമാനും മാനേജിങ് ഡയറക്ടറുമാണ്. ഇപ്പോൾ കേരളത്തിന് കമ്പ്യൂട്ടർ പഠിപ്പിച്ച ഒരു സ്ഥാപനം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളാണ് എന്നുള്ള വളരെ അഭിമാനത്തോടു കൂടി പറയാൻ വേണ്ടി പറ്റും. കാരണം ഇന്ന് ലോകം നിയന്ത്രിക്കുന്നത് ടെക്നോളജിയാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. നമുക്കിതോടൊപ്പം തന്നെ ഒരുപാട് നല്ല നല്ല സ്പീക്കേഴ്സ് ഉണ്ട്, പല ഭാഗത്തു നിന്നുള്ള പല മേഖലയിൽ നിന്നുള്ള സ്പീക്കേഴ്സ് ഉണ്ട്. അപ്പം നമുക്ക് ആദ്യം അഷ്റഫ് സാഹിബിനെ ഒന്ന് പരിചയപ്പെടാം. താങ്ക് യു മാതൃഭൂമി, താങ്ക് യു മിസ്റ്റർ മാറൂഫ്. മാതൃഭൂമിയുടെ പരിപാടിയിൽ പങ്കെടുക്കുക എന്നുള്ളത് തന്നെ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ കുട്ടിക്കാലം മുതലേ ഏത് പത്രം വായിച്ചു കഴിഞ്ഞാൽ അവസാനം മാതൃഭൂമി വായിച്ചില്ലെങ്കിൽ പത്രം വായിക്കാത്ത പോലെയാണെന്നാ ഒരു തോന്നൽ. എന്തുകൊണ്ടാണെന്നറിയില്ല, നിങ്ങൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചതിന് ഉത്തരവില്ല. അതിന്നും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഹൃദയത്തോട് തൊട്ടുള്ള ഒരു ഗാനം കൂടി ഇവിടെ മാറൂഫിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അതും ചർച്ചയുടെ ഒരു ഇന്ധനമായിട്ട് വരും. എൻ്റെ പേര് അഷ്റഫ് അച്ചോത്ത്. ഞാൻ ഒരു പ്രവാസിയാണ്. അപ്പോൾ ഇന്നത്തെ വിഷയം ഞങ്ങളെപ്പറ്റിയും കൂടിയാണ്, ഗൾഫ് സ്വപ്നം. അപ്പോൾ 23 വർഷം മുമ്പ് ഖത്തറിലേക്ക് പോയ ഒരു പ്രവാസിയാണ്. ഞാനിവിടെ ഗ്ലോബൽ എഡ്യൂക്കേഷൻ സെൻറ്റർ എന്ന് പറയുന്ന സ്ഥാപനം നടത്തുന്നു. ഇവിടെ കോഴിക്കോട് 1 വർഷം മുമ്പേ എലോറിയ ഗ്ലോബൽ എഡ്യൂക്കേഷൻ ഹബ്ബ് എന്ന സ്ഥാപനവും തുടങ്ങി അതിൻ്റെ ചെയർമാനാണ്. ഇന്നത്തെ വിഷയം അതും നമുക്കെല്ലാം കോഴിക്കോട്ടുകാർക്ക് പ്രത്യേകിച്ചും വളരെ സന്തോഷമുള്ളതാണ്. നമ്മൾ ഗൾഫുമായിട്ട് വളരെ ബന്ധമുള്ളതാണ് മലബാരികൾ മുഴുവൻ. അതിൻ്റെ കൂടെ സ്റ്റാർട്ടപ്പിനും നമ്മുടെ കുട്ടികൾ ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ സ്റ്റാർട്ടപ്പിലേക്ക് വരുന്നത് കോഴിക്കോട്, മലപ്പുറം ഭാഗങ്ങളിൽ എന്നാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ ഏത് സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാലും സ്റ്റാർട്ടപ്പിൻ്റെ ബഹളാണ്. അതിൽ എത്ര വിജയിക്കുന്നുണ്ട്, എത്ര പരാജയപ്പെടുന്നുണ്ട്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇന്നത്തെ ചർച്ചയിൽ വരുമായിരിക്കുമെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ രണ്ടും തമ്മിൽ വ്യത്യാസം പറയുകയാണെങ്കിൽ, ഇപ്പോൾ കുറച്ച് മുമ്പ് നമ്മുടെ റേഡിയോയുടെ സാറ് പറഞ്ഞിരുന്നല്ലോ, അന്ന് ഗൾഫിലേക്ക് പോയത് വീട്ടിലെ പട്ടിണി കണ്ടിട്ട്, ആരും ഒരു സ്വപ്നം കണ്ടിട്ടോ അങ്ങനെയൊന്നുമല്ല, അങ്ങ് പോകേണ്ടി വന്നതാണ്. പക്ഷെ ഇന്ന് എനിക്ക് തോന്നുന്നത്, ഞാനിതിൻ്റെ ലിങ്കായിട്ട് കാണുന്നത്, അന്ന് ഗൾഫിലേക്ക് പോയ അതുകൊണ്ടും ആ ഒരു പട്ടിണി മാറിയത് കൊണ്ടും അങ്ങനെ ഒരു സമ്പത്ത് നമ്മളിൽ ഉണ്ടാക്കിയത് കൊണ്ടുമാണ് ഇന്ന് സ്റ്റാർട്ടപ്പ് മോഹം ഇത്രയും വന്നത്. അല്ലെങ്കിൽ ഇന്നും അതുപോലെ എന്തെങ്കിലും ജീവിത സാഹചര്യങ്ങൾക്ക് വേണ്ടി പുറത്തേക്ക് പോവുകയോ അല്ല മറ്റു വല്ലതും കണ്ടുപിടിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുമായിരുന്നു എന്നുള്ളതാണ് ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്. അതുപോലെ നമുക്കറിയാം, കോഴിക്കോട് ഒരു വലിയ ഒരു കഫേൻ്റെ ഒരു നീണ്ട നിര തന്നെയുള്ള ഒരു സ്ഥലമാണ്. കാരണം ആൾക്കാർക്ക് എപ്പോഴും ചായ കുടിക്കാനും ഇതുപോലെ ഇരുന്ന് തമാശകൾ പറയാനൊക്കെ ഉള്ള നല്ലൊരു സ്ഥലം. അതാണ് നമുക്ക് അടുത്ത ഒരു സ്പീക്കർ. ഞാൻ ഡോക്ടർ ശ്രീസൂര്യ തിരുവോത്ത്. ഞാൻ ഈ ഒരു കഫേ എന്നുള്ളൊരു ഫീൽഡിലൊന്നും ആയിരുന്നില്ല, ഒരു ടീച്ചിങ് ഫീൽഡിലായിരുന്നു. യൂണിവേഴ്സിറ്റിയിൽ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ റീജിയണൽ സെൻറ്ററിൽ സോഷ്യൽ വർക്കിൽ ടീച്ചറായിട്ട് ഓൺ കോൺട്രാക്റ്റ് കുറച്ച് കാലമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അതിൻ്റെ മുന്നേ ഈ PhD ഒക്കെ ആയിട്ട് ശാന്തിനികേതൻ യൂണിവേഴ്സിറ്റിയിൽ വെസ്റ്റ് ബംഗാളിൽ അങ്ങനെ ഒരു 5 വർഷം അങ്ങനെ ഒക്കെ നടക്കുകയായിരുന്നു. ഒരു അക്കാഡമിക് ഒരു മേഖലയായിരുന്നു. എന്നാലും ഈ പറഞ്ഞതുപോലെ ഒരു ആർട്ട്, ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ എന്നുള്ളതിൻ്റെ ഒരു ബോധം എവിടെയൊക്കെയോ വിട്ടുപോകാൻ പറ്റാതെ മനസ്സിലുണ്ടായിരുന്നത് കൊണ്ട് അതും പിന്നെ എൻ്റെ യാത്രകളുടെ അനുഭവം, ഓരോ സംസ്ഥാനങ്ങൾ, അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെയാണ്. ഒരു കഫേ എന്ന് പറഞ്ഞാൽ മറ്റൊരു വിധത്തിലൊരു കഫേയാണ്. ഞാൻ അതിനെ വിളിക്കുക ഒരു ലിറ്ററേച്ചർ കഫേ എന്നോ ഒരു ആർട്ട് കഫേ എന്നാണ്. കഥയോട് ചേർത്ത് കഥ, ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ കഫേ അല്ലെങ്കിൽ കഥാ സ്പേസ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കാറ്. വളരെ ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് കഥ 4 മാസം പിന്നിടുമ്പോൾ കഥയോടുള്ള ഒരു ആളുകളുടെ ഒരു റെസ്പോൺസും എല്ലാം കാണുമ്പോഴും ഞാനിവിടെ ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒരു സ്റ്റാർട്ടപ്പ് ആദ്യം സ്റ്റാർട്ട് ചെയ്തു, ഇപ്പോൾ 2ാമത്തെ സ്റ്റാർട്ടപ്പും കൂടി തുടങ്ങിയിട്ടുള്ള ദിവ്യ ഉണ്ട്. ആദ്യം തന്നെ മാതൃഭൂമിയോട് നന്ദി പറയട്ടെ. ഇങ്ങനെയൊരു അവസരം, ഇങ്ങനെയൊരു കൂട്ടായ്മയുടെയും ഡിസ്കഷൻ്റെയും ഭാഗമാവാനുള്ള ഒരു അവസരം തന്നതിന്. ഞാൻ ചെറുതാകുമ്പോൾ സാഹിത്യം വായിച്ചു തുടങ്ങിയത്, ലിറ്ററേച്ചറായിട്ട് കണക്റ്റഡ് ആയത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലൂടെയാണ്.
KL മോഹനവർമ്മയുടെ ആണെങ്കിലും മുകുന്ദൻ്റെ ആണെങ്കിലും നോവലുകൾ ആഴ്ചപ്പതിപ്പിൽ വരുമ്പോൾ അത് വായിച്ചു തുടങ്ങി, അതിലെ കഥകൾ വായിച്ചു തുടങ്ങി. ഈവൻ പലപ്പോഴും വേൾഡ് ക്ലാസിക്കുമായിട്ട് കണക്റ്റഡ് ആയത് പോലും ഒരു റിവ്യൂസ്, ഒരു ആഴ്ചയിൽ ഒരിക്കലും ഒരു ബുക്കിനെ പറ്റി ഉണ്ടാകുന്ന ഒരു റിവ്യൂ, പിന്നെ അതുപോലെ ഒരു സിനിമയെ പറ്റി ഉണ്ടാകുന്ന ഒരു റിവ്യൂ, അങ്ങനെ വായിച്ചാണ് ഒരു സീരിയസ് ആയിട്ടുള്ള സാഹിത്യത്തിനോട് ഒരു താല്പര്യം വന്നത്. ഞാനൊരു IT സോഫ്റ്റ്വെയർ ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യുകയാണ്. 15 വർഷം പല കമ്പനികളിൽ വർക്ക് ചെയ്തു, ലൈക്ക് സീമെൻസ് ഹെൽത്ത് കെയർ. 2015 ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു ബാംഗ്ലൂർ. അതായത് ബാക്കിയുള്ള ആളുകളുടെ റിക്രൂട്ട്മെൻറ്റ്, ഒരു കമ്പനിയുടെ റിക്രൂട്ട്മെൻറ്റ് എങ്ങനെ ഈസി ആക്കാം അതിനു വേണ്ടി ഉള്ളൊരു പ്ലാറ്റ്ഫോമായിരുന്നു ഞങ്ങളുടെ സ്റ്റാർട്ടപ്പ് ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ 7 വർഷത്തിന് ശേഷം നൗക്കരി ഞങ്ങളെ അക്വയർ ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചെറിയൊരു ബ്രേക്ക് എടുത്തു. രണ്ടാമതുള്ളൊരു സ്റ്റാർട്ടപ്പ് ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് ഫിലിം കമ്മ്യൂണിറ്റി, ക്രിയേറ്റീവ് കമ്മ്യൂണിറ്റിക്കും ഫിലിം കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്കും വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് എന്നുള്ള രീതിയിലാണ്. അതായത് ക്രൗഡ് ഫണ്ടിങ്, അവരുടെ കണ്ടൻറ്റ് ഫിലിം മേക്കേഴ്സിന് എത്തിക്കാനുള്ള ഒരു സ്പേസ്. ഇവിടെ കോഴിക്കോട് നിന്ന് എങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള ഒരു എക്സ്പീരിയൻസിലൂടെ പോകുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ഇവിടുന്ന് ഒരുപാട് പഠിക്കാനുണ്ടാവും. താങ്ക് യു വെരി മച്ച്. അതുപോലെ തന്നെ നമുക്കറിയാം കോഴിക്കോടിൻ്റെ ഒരു വലിയ തിലകക്കുറിയാണ് നമ്മളുടെ ഇവിടെ ഇപ്പം ഉള്ള IT പാർക്കുകളൊക്കെ തന്നെ. നമുക്ക് 2 വലിയ IT പാർക്കുകളുണ്ട്. ഇപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് IT പാർക്കൊക്കെ ഫുള്ളാണ്, സ്ഥലമില്ല. അപ്പോൾ അതിൽ ഈ ഒരു ഇക്കോസിസ്റ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ കോഴിക്കോട് ഫോം ചെയ്തിട്ടുള്ളതാണ് കാലിക്കറ്റ് ഫോറം ഫോർ IT. അപ്പോൾ അതിൻ്റെയും കൂടെ ഒരാളായിട്ടുള്ള അതുലാണ് അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ഹായ്, നമസ്കാരം. നേരത്തെ പറഞ്ഞൊരു 30 ലക്ഷം ആളുകളില്ലേ GTechൽ പഠിച്ചേ, അതിലൊരാളാണ് ഞാൻ. പണ്ട് കമ്പ്യൂട്ടർ തുടങ്ങിയ സമയത്ത്, മീൻസ് കമ്പ്യൂട്ടർ ഭയങ്കര എക്സൈറ്റഡ് ആയ സമയത്ത് പോയിട്ട് ആനിമേഷൻ കോഴ്സാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ആനിമേറ്റർ അല്ല, ആനിമേഷൻ കോഴ്സായിരുന്നു പഠിച്ചത്. പിന്നെ അത് കൂടാതെ അന്ന് എനിക്കൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങാനുള്ളൊരു കാരണം അവിടെ ഉണ്ടായിരുന്നു. GTechൽ അന്ന് കുട്ടികളെ പിടിച്ചു കൊടുത്താൽ, അല്ലെങ്കിൽ കുട്ടികൾ അവിടെ പോയി ചേർത്തി കഴിഞ്ഞാൽ കമ്മീഷൻ തരുന്ന പരിപാടിയിലായിരുന്നു. അങ്ങനെ കമ്മീഷൻ കിട്ടി, ഞാനൊരു സെയിൽസുകാരനായി. പിന്നീട് ഞാൻ ഈ പറഞ്ഞ പോലെ പ്രവാസം നമ്മൾ പറയുന്നുണ്ടല്ലോ, അപ്പോൾ ഞാൻ 2 വർഷം പ്രവാസിയായിരുന്നു. 2 വർഷം ഒരു കമ്പനിയിൽ ക്യാമ്പസ് പ്ലേസ്ഡ് ആയിട്ട് നേരെ 3 ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒന്ന് HCL കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒന്ന് ടാറ്റ കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒന്ന് ദുബായ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാവരെയും എക്സൈറ്റ്മെൻറ്റ് ദുബായ് ആയതുകൊണ്ട് ഞാനും ദുബായ്ക്ക് പോയി. അങ്ങനെ 2 വർഷം അവിടെ വർക്ക് ചെയ്തു. ഒരു വിസ കഴിഞ്ഞ് നാട്ടിൽ വന്ന് സ്റ്റാർട്ടപ്പ് തുടങ്ങി. ഇപ്പം കോഴിക്കോട് സൈബർ പാർക്കിൽ ഗെറ്റ് ലീഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ഉണ്ട്. അപ്പോൾ അതുമായിട്ട് പിന്നെ അതുപോലെ തന്നെ കാലിക്കറ്റ് ഫോറം ഫോർ ITയുടെ ഇവൻറ്റ്സ് ഡയറക്ടറുമാണ് ഇപ്പോൾ. അതുപോലെ നമുക്ക് മറ്റൊരു ലേഡി എൻ്റർപ്രണർ ഉണ്ട്, അസ്മാബി. ആൻഡ് ഷീസ് ഇൻ ടു അലൂമിനിയം, അതിൻ്റെ ഡോറുകൾ വിൻഡോസ് ഒക്കെ ഉണ്ടാക്കുന്നതാണ്. നമുക്ക് കൂടുതലായിട്ട് പരിചയപ്പെടാം. പേര് പറഞ്ഞു, അസ്മാബി അക്ബർ. ഞാൻ സെയിൽസിലേക്ക് യാദൃശ്ചികമായിട്ടും വന്ന് ചാടിയ ഒരാളാണ്. ഇപ്പം മറൂഫ്ക പറഞ്ഞു, ഇവിടെ മറൂഫ്ക ആണ് ഇവിടെ കമ്പ്യൂട്ടർ പഠിപ്പിച്ചതെന്ന്. എന്ന പോലെ അപ്പോൾ എന്ന പോലെ നമ്മൾ എന്താ പറയുക, ട്രഡീഷണൽ വേ ഓഫ് കൺസ്ട്രക്ഷനിൻ്റെ ഒരു ഭാഗമായിരുന്നു നമ്മൾ വുഡൻ വിൻഡോസും ഡോഴ്സും. അത് മാറിയിട്ട് ഇവിടെ എഡ്യൂക്കേറ്റ് ചെയ്ത് അലൂമിനിയം വിൻഡോസും സിസ്റ്റം വിൻഡോസും ഡോഴ്സും എല്ലാം എന്താ പറയുക ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള ഒരു ഫസ്റ്റ് തുടങ്ങിയ കമ്പനി എന്ന് തന്നെ പറയാൻ പറ്റും. അങ്ങനെ ഉള്ളൊരു കമ്പനിയിലെ മാനേജിങ് പാർട്ട്ണറാണ് ഞാൻ. ഇനി നമുക്ക് നമ്മളെ സബ്ജക്റ്റിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്കറിയാലോ, ഇപ്പോൾ പ്രത്യേകിച്ച് കേരളം, അല്ലെങ്കിൽ അതിൽ ഏറ്റവും നമ്മൾ എടുത്തു പറയേണ്ട മലബാർ. നമുക്കറിയാം മലയാളികളുടെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗൾഫിൽ പോയിട്ടുണ്ടെങ്കിൽ എന്ത് ജോലിയും ചെയ്യും, അത് എന്താവട്ടെ. ഇവിടെ എന്തെങ്കിലും ഒരു ജോലിയൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും മടിയാണ്. അതിനാണ് നമ്മൾ കൂടുതൽ ബംഗാളികളൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇപ്പോൾ. അപ്പോൾ എന്തായാലും നമ്മളുടെ ഇന്നത്തെ ഒരു ചർച്ച വളരെ നല്ലൊരു അടിപൊളി ഒരു സബ്ജക്റ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, ഈ സ്റ്റാർട്ടപ്പും അതുപോലെ ഗൾഫ് സ്വപ്നവും. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഗൾഫ് സ്വപ്നവുമായിട്ട് ആണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസമൊക്കെ പഠിച്ചിട്ടുള്ളത്. പക്ഷേ അതിൽ നിന്ന് ഒരു വ്യത്യാസമുള്ള രീതിയിലേക്ക് നാട്ടിൽ തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാൻ വേണ്ടി പറ്റി. ഇത് ഞാൻ പറഞ്ഞ തുടങ്ങുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇത് ആരാണ് ഈ കമ്പ്യൂട്ടർ ഏത് കാലത്താണ് വരിക എന്നൊക്കെ ഉള്ളത്. പക്ഷേ എന്തോ നമ്മളുടെ ഒരു ഭാഗ്യം കൊണ്ടും പിന്നെ കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ, പുതിയ പുതിയ ടെക്നോളജികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചെറിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ പുതിയ ജനറേഷൻ്റെ ചിന്തകൾ കംപ്ലീറ്റ് വേറെയാണ്, ഒരു വേറെ വൈബും, അതിന് ജെൻസി വൈബും നമ്മൾ പറയും. നമ്മൾ മുമ്പേ ഒരു 25 വർഷം 30 വർഷം മുമ്പേ ഉള്ള ചിന്തകളല്ല ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് അഷ്റഫ് സാഹിബിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ? അപ്പോൾ ആലോചിച്ചാൽ മതി, 23 വർഷം നമ്മൾ ബാക്കോട്ടേക്ക് പോവുകയാണ്. ആ ഒരു സമയത്ത് താങ്കൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഗൾഫിലേക്ക് പോകാനുള്ളൊരു തോന്നൽ ഉണ്ടായത്? അതോടൊപ്പം തന്നെ എന്തുകൊണ്ട് ആ ഒരു സമയത്ത് ഇവിടെ എന്തെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങാനുള്ള തോന്നൽ ഉണ്ടായില്ല?
ഞാൻ ഈ ഗൾഫ് സ്വപ്നം എന്തുകൊണ്ടാണ് ആളുകൾ ഉണ്ടാകുന്നതിനെ പറ്റി ഒരു തിയററ്റിക്കലായിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള കാര്യത്തിലേക്ക് റൂഫ് വരുന്നത്. ഏതായാലും ഞാൻ അധ്യാപകനായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നാട്ടിൽ അധ്യാപകനായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. തലശ്ശേരി മുബാറക് ഹയർ സെക്കൻഡറി സ്കൂളിൽ 1997 ഒരു അധ്യാപകനായിട്ട് ചേർന്നു. അങ്ങനെ 2003 ആകുമ്പോഴാണ് ഖത്തറിലേക്ക് പോകുന്നത്. അപ്പോൾ അതിന് ഇടയിൽ എന്ത് സംഭവിച്ചു എന്ന് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ഞാൻ ആലോചിച്ച് നോക്കി. സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഒരു അഹങ്കാരത്തിന് പഴയ വീട് മാറ്റിയിട്ട് പുതിയ എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ അത് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് നമ്മൾ വിചാരിച്ചിടത്തൊന്നും നിൽക്കില്ല. അങ്ങനെ കുറേ ലോണും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ പോകാതെ തരയില്ലല്ലോ എന്നുള്ള രൂപത്തിലാണ് അന്ന് ഞാൻ ഗൾഫിലേക്ക് പോയത് എന്ന് എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അന്നത്തെ ഗൾഫ് സ്വപ്നവും ഇന്നത്തെ ഗൾഫും തമ്മിൽ നോക്കുകയാണെങ്കിൽ, അന്ന് ഞാനിപ്പോൾ അധ്യാപകനായിട്ട് 97 കയറുന്ന സമയത്ത് ആദ്യം ഞാൻ കയറിയത് പിന്നെ ലോവർ ക്ലാസ്സുകളിലേക്കാണ്, UP-യിലേക്കാണ്. ആ സമയത്ത് എൻ്റെ സ്കെയിൽ 1350 ആയിരുന്നു. 97 1350 രൂപ. എന്നിട്ട് അതിൻ്റെ പിന്നെ DA ഒക്കെ അന്ന് ഇൻക്രീസ് ചെയ്തിരിക്കുന്ന 200% അങ്ങനായിട്ട് അവസാനം എനിക്ക് കയ്യിലൊരു 4000-ത്തിനടുത്ത് കിട്ടാറുണ്ടായിരുന്നു. അപ്പം ഞാനിതൊക്കെ പിന്നെ സ്കൂളിൽ കയറുന്നത് പിന്നെ BSc കഴിഞ്ഞു, MSc കഴിഞ്ഞു, പിന്നെ B.Ed ഒക്കെ കഴിഞ്ഞിട്ടാണല്ലോ. അപ്പോൾ എൻ്റെ കൂടെ പഠിച്ച ആളുകൾ അത്രയും സമയമൊന്നും വെറുതെ കളയാതെ നേരിട്ട് ഗൾഫിലേക്ക് പോയി. അപ്പോൾ അന്ന് ഗൾഫിലെ ഒരു ഷോപ്പിലോ ചായക്കടയിലോ എവിടെ നിന്ന് കഴിഞ്ഞാലും അവർക്ക് 1500 ദിർഹം അല്ലെങ്കിൽ റിയാലൊക്കെ ഏകദേശം കിട്ടും. അപ്പോൾ ഞാൻ ആലോചിച്ചു, 1500 ദിർഹം ഇവന് കിട്ടുമ്പോൾ അതിൻ്റെ അന്നത്തെ ഈ പറഞ്ഞ റേറ്റ് 11-12 ആണ് ഒരു ദിർഹത്തിന് കിട്ടുന്നത്. അപ്പോൾ നോക്കുമ്പോൾ നല്ലൊരു സംഖ്യ, ഒരു 15,000 20,000 മേലെ അവർക്ക് കിട്ടുന്നൊരു അവസ്ഥ ഉണ്ടല്ലോ. അപ്പം ഞാൻ ആലോചിച്ച് നോക്കി, അവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് ഇത് വീട്ടാൻ പറ്റുന്നുള്ളൂ. പിന്നെ നമ്മുടെ കുടുംബത്തിലൊക്കെ ഇഷ്ടംപോലെ ആളുകൾ ഗൾഫിൽ പോകുന്നത് നമ്മൾ കുട്ടിക്കാലം മുതലേ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ കാരണമായിട്ട് വന്നത്. അപ്പം അന്ന് അത് മാത്രമാണ് എല്ലാവരുടെയും കാരണം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം ഈ ഒരു വ്യത്യാസമുള്ളതുകൊണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇപ്പോഴത്തെ കാര്യം കമ്പയർ ചെയ്യാം. ഇപ്പോൾ ഒരാൾ പിന്നെ ഒരു സ്കിൽഡ് അല്ലാത്ത ജോബിലേക്ക് ഗൾഫിലേക്ക് പോയി കഴിഞ്ഞാൽ അവന് കിട്ടുന്നത് 1500 പകരം 2000 അങ്ങനെ ഇതൊക്കെയാണ് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ 2000 എന്ന് പറയുമ്പോൾ ഒരു പിന്നെ × 25 ഇപ്പോഴത്തെ റേറ്റ്. അപ്പോൾ 50,000 രൂപയായി. ഇവിടെ ഇപ്പോൾ ഒരു അധ്യാപകന് കിട്ടുന്നത് എനിക്ക് തോന്നുന്നു 1,00,000-ത്തിനടുത്തൊക്കെ കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് ഇപ്പോഴത്തെ പിന്നെ പഠിച്ച ആളുകൾക്ക് ഇങ്ങനെ ഒരു സ്കിൽഡ് അല്ലാത്ത ജോബിലേക്ക് എന്ന് പറഞ്ഞ് കയറി പോകുന്നതിൽ യാതൊരർത്ഥമില്ല. നല്ല കമ്പനികളിലൊക്കെ ജോലി കിട്ടിയാൽ മാത്രമേ പിന്നെ പോയിട്ട് കാര്യമുള്ളൂ. പിന്നെ കഴിഞ്ഞ മാസം ഞാൻ UK-യിലുള്ള സമയത്ത് പിന്നെ അവിടെയുള്ള ഒരുപാട് മലയാളി സ്റ്റുഡൻസിനെയൊക്കെ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അവരൊക്കെ പറഞ്ഞു, ഞാൻ അത്ഭുതപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു ചായ കുടിക്കുമ്പോൾ 4 പൗണ്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കണക്ക് കൂട്ടി നോക്കി, 4 പൗണ്ട് എന്ന് പറഞ്ഞാൽ 121 രൂപയാണ് ഒരു പൗണ്ട്. അപ്പോൾ 500 രൂപക്കാണ് ചായ കുടിക്കേണ്ടത്. അപ്പോൾ ഇവന്മാരൊക്കെ ഇവിടെ ജോലിയുണ്ടെന്ന് പറഞ്ഞിട്ട് എത്ര പൈസ ഉണ്ടാക്കിയാലും ഈ ചായ കുടിച്ച് ചോറ് എന്നിട്ട് ഈ പൈസ അങ്ങ് തീർന്നു പോകില്ലേ എന്ന് ഞാൻ ആലോചിച്ചു. അപ്പോൾ ഞാൻ ഇവരോടൊക്കെ ചർച്ച ചെയ്തു, നിങ്ങളെങ്ങനെയത് ഒപ്പിക്കുന്നത് ഈ പിന്നെ ഇവിടുത്തെ ചിലവുമായിട്ട്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ചിലവാക്കുന്നത് മാത്രമല്ല കിട്ടുന്നതും പൗണ്ട് തന്നെയാണ്, അതുകൊണ്ട് പ്രശ്നമില്ല. കാരണം ഒരു 2000 പൗണ്ടൊക്കെ ഉണ്ടാക്കിയാൽ ഞങ്ങളൊരു 800 പൗണ്ട് കൊണ്ട് ഒപ്പിക്കും. അപ്പോൾ 1200 പൗണ്ട് ബാക്കിയുണ്ടാവും. അപ്പോൾ നിങ്ങളൊരു 1.5 ലക്ഷം രൂപയായില്ലേ, കയ്യിലായില്ലേ, അതും പഠിക്കുന്ന സമയത്തല്ലേ കിട്ടുന്നത് എന്നവർ പറഞ്ഞു. അപ്പോൾ ഈ ഒരു വസ്തുത അവിടെ ബാക്കിയുണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇവരുടെ സ്റ്റോറി കേൾക്കേണ്ടത് നമ്മൾ നിർബന്ധമാണ്. ഇവർ 4 പേരും നല്ല ഒരു സ്റ്റാർട്ടപ്പ് ഈ വർഷം തുടങ്ങിയിട്ടുള്ളവരാണ്. അപ്പോൾ എന്താണ് വാട്ട് മെയ്ഡ് യു ടു സ്റ്റേ ബാക്ക് ഇൻ കേരള ആൻഡ് വാട്ട് മെയ്ഡ് യു ടു മേക്ക് ഇറ്റ് ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ്, അത് കേൾക്കേണ്ടതുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളത്, ആക്ച്വലി ഞാൻ 2 വർഷം ഒരു പ്രവാസിയായിട്ട് നിന്ന ആളാണ്. അപ്പോൾ പ്രവാസികളുടെ ഒരു പ്രത്യേകത ഉണ്ട്. ഞാനെപ്പോഴും എന്തുകൊണ്ട് സ്റ്റാർട്ടപ്പ് തുടങ്ങണം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ സ്റ്റാർട്ടപ്പ് തുടങ്ങണം എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ബുർജ് ഖലീഫേൻ്റെ താഴെ നിന്ന് ഫോട്ടോ ഇടുന്ന, അല്ലെങ്കിൽ ബുർജ് അൽ അറബിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോ ഇടുന്ന, ജുമൈറ ബീച്ചിൽ കളിക്കുന്ന ആളുകളെ ഫോട്ടോ മാത്രമേ നമ്മൾ കാണൂ. ഇതിവരെ എപ്പോൾ കളിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുന്നില്ല. ആഴ്ചയിൽ ഒരു ദിവസം പോയിട്ട് ഇതെല്ലാം കൂടി ഒറ്റ റൗണ്ടിൽ അടിച്ചിട്ട് 10 ദിവസമായിട്ട് സ്റ്റാറ്റസ് ഇടുക ചെയ്യുക. ഈ അല്ലാത്ത ദിവസങ്ങളിൽ ഇവരെന്താ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല, അല്ലേ? ഞാൻ അവിടെ നിന്നതുകൊണ്ടും ഞാൻ അവിടെ പ്രവാസിയായിട്ട് വർക്ക് ചെയ്തത് കൊണ്ടും എനിക്കതിൻ്റെ കൃത്യമായ പിക്ചർ അറിയാം. ആഴ്ചയിൽ 6 ദിവസം നല്ല വൃത്തിക്ക് പണിയെടുക്കണം. വൃത്തിക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് വേറൊരു ഓപ്ഷനും ഇല്ല. പിന്നെ നമുക്ക് ഇവിടെ ആണെങ്കിൽ നമ്മളിങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ വളരെ സുഖമായിട്ട് നമ്മളെടുത്ത് വന്നിട്ട് വാടാ നമുക്കൊന്ന് കറങ്ങാൻ പോവുക എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവിടെ അങ്ങനെ കറങ്ങാൻ പോകാൻ ആർക്കും സമയമില്ല. ആകെയുള്ള ഒരു വീക്കെൻഡിൽ നമ്മളെ അലക്കലും നമ്മളെ സ്വന്തം, നമുക്ക് വീട്ടിൽ അലക്കി തരാൻ അമ്മ അച്ഛൻ ആരുമില്ല, അനിയത്തിയില്ല, ഭാര്യയില്ല, ആരുമില്ല, നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ നമ്മളെല്ലാ കാര്യവും നമ്മൾ ചെയ്ത് ബാക്കി ഉണ്ടാവുന്ന കുറച്ച് സമയം കൊണ്ട് വേണം നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അങ്ങനെ 2 വർഷം കഴിഞ്ഞപ്പോൾ സ്വന്തമായിട്ട് നാട്ടിലൊന്ന് തുടങ്ങിയാൽ എന്താ എന്ന് വിചാരിച്ചിട്ട് വന്നിട്ടാണ് ഇപ്പോൾ 10 വർഷമായിട്ട്
കമ്പനി നടത്തി മുന്നോട്ട് പോകുന്നത്. അതിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ നമുക്ക് സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റി. ഒരുപാട് ഇപ്പോൾ മെറൂക്ക പറഞ്ഞ പോലെ തന്നെ ഞാൻ ഈ ജിടെക്കിൽ നിന്ന് ഞാൻ തുടങ്ങിയ സമയം തൊട്ട് ഇന്ന് ഇപ്പം നമുക്ക് ഇപ്പോൾ ഏകദേശം 16 സ്റ്റാഫ് ഉണ്ട്. നമ്മൾ കമ്പനി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഒരുപാട് ഏകദേശം 2500ഓളം കമ്പനികൾക്ക് സെർവ് ചെയ്യാൻ പറ്റി. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. 30 ലക്ഷം ആളുകളെ പഠിപ്പിക്കാൻ പറ്റി എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. ഇതേപോലെ ഇവിടെ ഓരോ ആളുകൾ, ഇപ്പോൾ ഞാനിവിടെ കാണുന്ന നമ്മൾ ഓഡിയൻസിലുള്ള കുറേ ആളുകൾ സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സാണ്. ഓരോ ആളുകളുടെ ലൈഫിൽ ഇവരൊക്കെ മാറ്റം വരുത്തി കൊടുക്കുക അല്ലേ. നമ്മൾ ശരിക്കും ഗൾഫിലേക്ക് ഓടുന്നത് എന്തിനാ? എൻ്റെ ലൈഫ് മാത്രം മാറ്റം വരുത്താനാ. എൻ്റെ ലൈഫ് എൻ്റെ കുടുംബം മാത്രം മാറ്റം വരുത്താനാ. നേരെ മറിച്ച് ഞാനൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയാലോ, എൻ്റെ സ്റ്റാർട്ടപ്പുമായിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് എൻ്റെ സ്റ്റാർട്ടപ്പിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകളുടെ ലൈഫിൽ നമുക്ക് മാറ്റം വരുത്താൻ പറ്റും. ഇവിടെ ഒരു ഗ്രീൻ വേം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ട്. ഈ ഗ്രീൻ വേം എന്ന് പറഞ്ഞ സ്റ്റാർട്ടപ്പ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ വേസ്റ്റ് കളക്ട് ചെയ്തിട്ട് അത് പ്രോസസ്സ് ചെയ്ത് അതിൽ നിന്നൊരു ബിസിനസ് ഉണ്ടാക്കുക. നമുക്കറിയാം കോഴിക്കോട് അല്ലെങ്കിൽ ബീച്ചിലൊക്കെ പോകുമ്പോൾ നമ്മൾ പറയും ഇവിടെയൊക്കെ എന്താ ഇങ്ങനെ വേസ്റ്റ്, ഈ വേസ്റ്റ് എന്തുകൊണ്ട് നമുക്ക് മാറ്റിക്കൂടാ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഇന്നോവേഷൻ ആയില്ലേ. ഈ പറയുന്ന ഇന്നോവേഷനിൽ നമുക്ക് അവിടുന്ന് ഒരു ബിസിനസ് സാധ്യത ഉണ്ടാക്കിക്കൂടെ? അവിടുന്ന് ഒരു പൈസ ഉണ്ടാക്കാൻ പറ്റില്ലേ? ആ വരുമാനം നമുക്ക് മാറ്റാൻ പറ്റില്ലേ? ഇങ്ങനെയൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഗൾഫിലേക്ക് പോകുന്നതിനേക്കാളും നല്ലത് നമുക്ക് ഇവിടെയൊക്കെ തന്നെ നിന്ന് ഇവിടെയൊക്കെ കളറാക്കി ഇവിടെ നിന്നൊക്കെ വരുമാനം ഉണ്ടാക്കുന്നതല്ലേ. ഇതാണ് എൻ്റെ ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ള എൻ്റെ ഒരു ബേസിക് തോട്ട് പ്രോസസ്സ്. എല്ലാവരും ഇപ്പോൾ ഈ ഗൾഫ് എന്ന് പറയുമ്പോൾ ഭയങ്കര എന്തോ സംഭവമാണ്. ഈ പറഞ്ഞ രീതിയിലുള്ള ബുർജ് ഖലീഫിൻ്റെ വീഡിയോസും ഇതൊക്കെയാണ് കാണുന്നത്. പക്ഷേ നമ്മളിപ്പോൾ അൽക്കൂസ് പോലുള്ള അല്ലെങ്കിൽ ജബലലി പോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പം വലിയ വലിയ ലേബർ ക്യാമ്പുകൾ, അതിൽ ഞാൻ പറഞ്ഞ ഒരു വലിയ ഭൂരിഭാഗം നമ്മളെ കേരളത്തിലുള്ളവർ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതേ, ഇപ്പോൾ ഗൾഫിലേക്ക് പോകുന്ന സമയത്ത് എന്ത് പണിയെടുക്കാനും മലയാളി തയ്യാറാണ്. നേരെ മറിച്ച് നമ്മളെ നാട്ടിൽ എന്തെങ്കിലും ഒരു നല്ലൊരു കാര്യം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നമ്മളൊരു ബംഗാളിനെ അല്ലെങ്കിൽ ഒരു ബീഹാറിനെയൊക്കെ തന്നെ നമ്മൾ ഡിപ്പെൻഡ് വരും. നല്ല പോയിൻ്റാണ് അഖിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഇന്നോവേഷനുള്ള വലിയ സ്കോപ്പ് ഉണ്ട്. കാരണം കേരളം എന്താ പറയുക, നമ്മൾ പ്രബുദ്ധ കേരളം എന്നാണല്ലോ എപ്പോഴും പറയുക. 100% ലിറ്ററസി ഉള്ള ഒരേ ഒരു സ്റ്റേറ്റാണ് ഇന്ത്യയിലുള്ള. വലിയൊരു മാർക്കറ്റ് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലുണ്ട്. പിന്നെ ഇന്നോവേറ്റ് ചെയ്യാൻ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. കാരണം ഇപ്പോൾ ടെക്നോളജി എന്ന് പറയുന്നത് തന്നെ ഒരു അനന്ത സാധ്യത ഉള്ളൊരു സംഭവമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പണ്ട് കമ്പ്യൂട്ടർ പഠിച്ചിട്ടുള്ളത് ഗൾഫ് പോകാനാണ്. പക്ഷെ അത് മാറ്റി ഞാൻ ഇവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാൻ എനിക്കൊരു റീസൺ ഉണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞോളാം. ആദ്യം നിങ്ങളത് സ്റ്റോറി കേൾക്കട്ടെ. സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോൾ സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങുക എന്ന് പറയുമ്പോൾ ടെക്ക് മാത്രമല്ലല്ലോ അല്ലേ. നമ്മൾ എന്ത് തുടങ്ങുന്നതും നമുക്ക് കുറച്ച് പേർക്ക് ജോലി കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അഖിൽ പറഞ്ഞ പോലെ അതൊരു വലിയ കാര്യമാണ്. അത് നമ്മളെ തന്നെ ഒരുപാട് ചേഞ്ച് ആക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ കുട്ടിയായിരുന്നു, ഞാൻ ശരിക്കും കടലുണ്ടിയിൽ നിന്നാണ് വരുന്നത്. ഒരു എന്താ പറയുക, ഒരു ഇപ്പോഴത്തെ ഒന്നല്ല, പണ്ടത്തെ കടലുണ്ടി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു ഗ്രാമം തന്നെയാണ്. അപ്പം ഞങ്ങൾ ചെറുതാകുമ്പോൾ ഞാനും എൻ്റെ സിസ്റ്ററും പിന്നെ സ്റ്റിച്ച് ചെയ്യുമായിരുന്നു. ഒരു 7th സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ കുറച്ച് സ്റ്റിച്ച് ചെയ്യും. വെക്കേഷനിലൊക്കെ ടൈലറിങ് പഠിക്കാൻ പോകും. ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ്, പിന്നെ വലുതാവുമ്പോൾ നമുക്കൊരു ടൈലറിങ് ഷോപ്പ് നടത്തണം, ടൈലറിങ് ഷോപ്പ് തുടങ്ങണം. ഇത് ഇത്രയും ആലോചിക്കാനുള്ള ഒരു എന്താ പറയുക ലോകവിവരെ അന്നുള്ളൂ. ബൊട്ടീക്ക് എന്നുള്ളൊരു വേർഡ് ഞാനൊന്നും അന്ന് കേട്ടിട്ടില്ല. അപ്പോൾ ടൈലറിങ് ഇഷ്ടമാണ്. അങ്ങനെ 2002 ബാംഗ്ലൂരിലെത്തി. ടെക്നിക്കലി ആ കഥ പിന്നെ പറയാം. പിന്നെ എന്നാലും ടെക്നോളജിയിൽ വന്നു. നമ്മൾ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാനും എൻ്റെ സിസ്റ്റർ ഇവിടെ ഉണ്ട്. ഞാനും എൻ്റെ സിസ്റ്ററും കൂടി ഒന്നിച്ച് താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമുക്കൊന്ന് ടൈലറിങ് ഷോപ്പ് തുടങ്ങിയാൽ എങ്ങനെയാണ്. അങ്ങനെ ആദ്യമായിട്ട് തുടങ്ങിയത് ബാംഗ്ലൂരിലൊരു ടൈലറിങ് ഷോപ്പാണ്. എനിക്കും എന്തെങ്കിലും തുടങ്ങി എന്നെക്കൊണ്ടും അത് സക്സസ് ആക്കാൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസം ചിലപ്പോൾ വന്നിട്ടുണ്ടാവുക ആ ഒരു ടൈലറിങ് ഷോപ്പിൽ നിന്നായിരിക്കും. ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്നൊക്കെ ഇങ്ങനെ ഒരു ഐഡിയ വന്നപ്പോൾ, അതായത് റിക്രൂട്ട്മെൻറ്റിന് വേണ്ടി ബാക്കിയുള്ള ആളുകളുടെ റിക്രൂട്ട്മെൻറ്റ് ഈസിയാക്കാൻ, അല്ലെങ്കിൽ ഒരു ജോലി വേണം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, കാൻഡിഡേറ്റ്സ് ഉണ്ട്. പിന്നെ ഒരു ജോലിക്ക് പറ്റിയ കറക്റ്റ് ആൾക്കാരെ കണ്ടുപിടിക്കുക എന്നുള്ളത് കമ്പനികൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരുപാട് ആളുകളുണ്ട് അവിടെ, പക്ഷെ അത്ര ഈസി അല്ല കറക്റ്റായിട്ടുള്ള ആളുകളെ കണ്ടുപിടിക്കാൻ. അപ്പം ഈ ഗ്യാപ്പ് എങ്ങനെ ബ്രിഡ്ജ് ചെയ്യാം എന്നുള്ള കുറേ ഡിസ്കഷൻസും ഒക്കെ വന്നിടത്തുനിന്നാണ് എന്തുകൊണ്ട് നമുക്കിത് തുടങ്ങിക്കൂടാ എന്നുള്ളിടത്ത് എത്തുന്നതും നമ്മൾ അങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നതും. വി വർ ലക്കി ദാറ്റ് ആക്ച്വലി കുറച്ചെല്ലാം കഴിഞ്ഞപ്പം നല്ലൊരു എക്സിറ്റ് ഉണ്ടായി. അപ്പോൾ അതിനുശേഷം സാറ് പറഞ്ഞ പോലെ ഞാൻ കോഴിക്കോടേക്ക് തിരിച്ചു വന്നു. ഒരു റീസൺ അതിന്, ഞങ്ങൾ സ്വയം തുടങ്ങിയപ്പോൾ 2015 സ്വയം തുടങ്ങിയപ്പം പല ആളുകളും, അതായത് നമ്മൾ
ബൂട്ട് സ്ട്രാപ്പ് ചെയ്തതാണ്. അതായത് സ്വന്തം വീട് വിറ്റിട്ടും സ്വന്തം നമ്മൾ ജോലി റിസൈൻ ചെയ്തു, സ്വന്തം വീട് വിറ്റ് അങ്ങനെയൊക്കെയാണ് ആ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് ഫ്രഷേഴ്സിനെ എടുത്തിട്ടാണ് ഞാൻ ആ പ്രോജക്റ്റ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് ബിൽഡ് ചെയ്തത്. അപ്പോൾ ഫ്രഷേഴ്സിനെ എടുത്തപ്പോൾ എനിക്ക് ഭാഗ്യവശാൽ വന്നത് ഒരു കുട്ടി ആസാം വന്ന, ഒരു കുട്ടി കേരളത്തിൽ നിന്ന്. അപ്പോൾ എൻ്റെ ഫുൾ ടെക് ടീം ഉണ്ടായത് ഈ കുട്ടി കേരളത്തിൽ നിന്ന് വന്ന കുട്ടി കുറേ ഫ്രണ്ട്സിനെ കൊണ്ടുവന്നു, അവർ കുറേ ഫ്രണ്ട്സിനെ കൊണ്ടുവന്നു. അങ്ങനെ ഒരു വെസ്റ്റ് ബംഗാൾ ആസാമിൽ നിന്ന് വന്ന കുറച്ച് പേര്, നോർത്ത് ഈസ്റ്റിൽ നിന്നുള്ള കുറച്ച് പേര്, പിന്നെ കേരളത്തിൽ നിന്നുള്ള കുറച്ച് പേര്, ഇങ്ങനെയായിരുന്നു എൻ്റെ ഒരു കമ്പനി ഇത് ചെയ്തത്. എന്നാൽ കുറേ പിന്നെ വേറെ സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ പോലും എപ്പോഴും ഇവരുമായിട്ട് ഞാൻ ഒരുപാട് കണക്റ്റഡ് ആയിരുന്നു. ഞാൻ നോട്ട് ചെയ്തൊരു കാര്യം, അപ്പം കേരളത്തിൽ നിന്നുള്ള കുട്ടികൾക്ക് ഒരുപാട് ഐക്യു ഉണ്ട്. ഒരു കാര്യം അവരെ പറഞ്ഞ് പഠിപ്പിക്കാൻ എളുപ്പമാണ്. അതേസമയം ഒരു ബുദ്ധിമുട്ട് ഞാൻ കണ്ടിട്ടുള്ളത്, കുറച്ചാലും കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർ പറഞ്ഞാൽ കേൾക്കില്ല. അത് ഒഴിവാക്കിയാൽ ഭയങ്കര ഈസിയാണ് കേരളത്തിൽ നിന്നുള്ള ആളുകളോട്, കുട്ടികൾ എസ്പെഷ്യലി കോളേജിൽ നിന്ന് പുറത്ത് വരുന്ന കുട്ടികളുടെ കൂടെ വർക്ക് ചെയ്യാൻ, അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ, അവരെ ഇൻസ്പയർ ചെയ്യാൻ, അവർക്കും സ്വന്തമായിട്ടൊരു കമ്പനി തുടങ്ങാമെന്നുള്ള ഒരു ഡ്രീം പറഞ്ഞു കൊടുക്കാൻ അത് കുറേ ഈസി ആയിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് കേരളത്തിലെ കുട്ടികളെ കൊണ്ട് അവിടെ ഒരു പ്രോഡക്റ്റ് ചെയ്യാമെങ്കിൽ ഇവിടെയും ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ഞാൻ ഇവിടേക്ക് തിരിച്ചു വരാം, എന്തായാലും ബ്രേക്ക് എടുക്കുകയാണ്, എന്തുകൊണ്ട് ഇവിടെ തുടങ്ങിക്കൂടാ എന്നുള്ള ഒരു ഇതിലേക്ക് വരുന്നത്. See what made you to think from a teaching ഒരു പെർസ്പെക്റ്റീവ് നിന്ന് പെട്ടെന്ന് ഇങ്ങനെ ഒരു സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു കഫേ തുടങ്ങണം എന്നുള്ള ചിന്ത എന്താണ്, എങ്ങനെയാണ് വന്നത്? മെഹറൂഫ് ഒരിക്കലും പെട്ടെന്ന് തോന്നിയതല്ല, കുറച്ച് വർഷങ്ങളായിട്ട് തുടങ്ങി. പിന്നെ ഒരു 5-8 വർഷം മുമ്പ് അത് വളരെ ശക്തമായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. കഥ എന്നൊരു കഫേയിലേക്കോ അല്ലെങ്കിൽ കഥ എന്നൊരു ലിറ്ററേച്ചർ കഫേയിലേക്കോ ഒരു ആർട്ട് കഫേയിലേക്കോ വരാനുള്ള എൻ്റെ PhD സബ്ജക്റ്റ് വേറെ ആയിരുന്നു, പക്ഷെ ഒട്ടും വേറെ അല്ല ഇപ്പോൾ. കാരണം അതൊക്കെ കൂടെ ചേർന്നുകൊണ്ടുള്ള ഒരു സ്പേസ് ഉണ്ടാക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. കഥയിൽ മാർക്കറ്റുകൾ, എന്തുകൊണ്ട് ഈ കഥയുടെ മാർക്കറ്റ്, എവിടെയാണ് കഥയുടെ മാർക്കറ്റ്, ഇങ്ങനെ ഒരു ആശയവുമായി ഞാൻ ഇവിടെ വന്നിട്ട് എങ്ങനെ ഒരു കഫേ തുടങ്ങണം. അതായത് അവിടെ എനിക്ക് ചായ, അതിനനുസരിച്ചുള്ള ഭക്ഷണങ്ങൾ വേണം, നമുക്ക് ചർച്ച ചെയ്യാനും പഠിക്കാനോ അല്ലെങ്കിൽ ലിഷറിനോ ഒക്കെ ആയിട്ടുള്ള സ്പേസുകൾ വേണം. അതിന് കൂടെ തന്നെ വളരെ കൾച്ചറൽ സ്പെസിഫിക് ആയിട്ടുള്ള വസ്ത്രങ്ങളോ അല്ലെങ്കിൽ മറ്റ് അതുപോലെ ആക്സസറീസോ ഒക്കെ ആസ്വദിക്കാനും കാണാനും പരിചയപ്പെടാനും, പുതിയ പല കൾച്ചറുകളിൽ നിന്ന് വരുന്ന അത്തരം വസ്തുക്കൾ പരിചയപ്പെടാനുമുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടെ, ഇത് മൂന്നും വേണം. പിന്നെ എന്താണ്, പ്രത്യേകിച്ചും മ്യൂസിക്, അതിനൊരു മ്യൂസിക് റൂമും ഒക്കെ ഉണ്ട് നമുക്കവിടെ. അപ്പോൾ ഇത്തരം കോമ്പണൻറ്റുകൾ ഒരുമിച്ച് വേണം. നമുക്ക് എപ്പോഴും ആക്രമിക്കപ്പെടുന്നതും ചോദ്യം ചെയ്യപ്പെടുന്നതുമായിട്ടുള്ള ഒരു 3-4 വസ്തുക്കളാണല്ലോ, ഭക്ഷണം, വസ്ത്രം, ഒരുമിച്ചിരിക്കാനുള്ള സ്പേസുകൾ, ഇതൊക്കെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് വേണം. ഇതിൻ്റെ ബേസിസ് എന്ന് പറയുന്നത് എനിക്ക് ലിറ്ററേച്ചറും ആർട്ടും ഒക്കെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞൊരു ബിസിനസ്, ഒരു മോഹവുമായിട്ട് ഞാൻ ഇതിന് ബ്രാൻഡിങ്ങിനൊക്കെ ആയിട്ട് പലരെയും സമീപിച്ചിരുന്നു. ഈ കാര്യത്തെ ഒന്ന് ബ്രാൻഡ് ചെയ്ത് തരണം. അപ്പം പലരും കോഴിക്കോട്ടെ തന്നെ വളരെ പ്രശസ്തരായ ബ്രാൻഡിങ്ങിൽ എങ്ങനെ നിങ്ങൾക്കിത് ലിറ്ററേച്ചറിനെയൊക്കെ എങ്ങനെയാണ് ഇതിന് ബേസിസ് ആക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഇതിൻ്റെ മാർക്കറ്റ് എവിടെയാണ്, നിങ്ങൾ അങ്ങനെ ചോദിച്ചുകൊണ്ട് പലരും ഒഴിവാക്കിയിട്ടുണ്ട്. ഇതൊരിക്കലും സക്സസ് ആവാൻ പോകുന്ന ഒരു മാർക്കറ്റല്ല ഇതിനുള്ള. ഞാൻ ഒരുപാട് ഞാൻ ഫോക്കസ് ചെയ്യുന്നതും ഈ ഒരു യൂത്തിനെ ഫോക്കസ് ചെയ്യുന്നില്ല എന്നല്ല, പക്ഷേ കൂടുതലായും ഞാൻ ഫോക്കസ് ചെയ്യുന്നത് എബോവ് 45 ആ ഒരു കമ്മ്യൂണിറ്റിയെ കുറച്ചുകൂടി മെയിൻ സ്ട്രീമിലേക്ക് അവർക്ക് സ്പേസുകൾ ഉണ്ടാവുക, അവർക്ക് ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടാവുക, അവരുടെ ലിഷറിന്, അവരുടെ മൊബിലിറ്റിക്ക്, അത്തരം കാര്യങ്ങൾക്ക് കുറച്ചുകൂടി ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുക. അതിന് അപ്പോൾ അതിന് ലിറ്ററേച്ചർ എന്നുള്ളത് തീർച്ചയായും ഒരു ബേസിസാണ്. തലമുറകളോട് സംസാരിക്കാനുള്ള അല്ലെങ്കിൽ തലമുറകൾക്ക് ട്രാൻസാക്ഷൻ, കമ്മ്യൂണിക്കേഷൻ നടക്കാൻ ഏറ്റവും നല്ല മാധ്യമം ലിറ്ററേച്ചറാണ് എന്ന്, അത് തന്നെ വരണം, അത് തന്നെ മാർക്കറ്റ് ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ തന്നെ വരണം എന്നുള്ള നിർബന്ധം ഉണ്ടായിരുന്നു. ഇതൊരു ഇന്നോവേഷൻ ആണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം സാധാരണ കഫേയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബില്ല് മാത്രമേ ഉണ്ടാവുള്ളൂ, അതിൻ്റെ കൂടെ ബുക്കോ പോയട്രി ഒന്നും ഉണ്ടാവാറില്ല. എന്തായാലും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്, വെൽ ഡൺ. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി മാർക്കറ്റഡ് പ്രോപ്പർലി. കുറച്ചും കൂടി നല്ല രീതിയിലേക്ക് നമ്മളെ കോഴിക്കോടുള്ള ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പരിപാടികളൊക്കെ തന്നെ നോക്കണം. ഡെഫിനറ്റ്ലി അതിൻ്റെ ഒരു വേർഡ് അവിടെ ഉണ്ടാവും. അതിനെ അഡ്രസ്സ് ചെയ്യാൻ കുറച്ചുകൂടി എഫേർട്ട് എടുക്കേണ്ടി വരും. തീർച്ചയായിട്ടും അത് മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരു ഇതിലേക്ക് വരാനുള്ള കാര്യം എന്താണ് എന്നുള്ളതൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയണം.
ഏതൊരു മലബാറിനെ പോലും ശരിക്കും പറഞ്ഞാൽ ഞാനും എൻ്റെ ഹസ്ബൻഡും ഇപ്പോൾ ഏതെങ്കിലും ഒരു കരിയറും ചൂസ് ചെയ്ത് GCCയിൽ എവിടെയെങ്കിലും നിൽക്കുന്ന ഒരു സമയമാണ് ശരിക്കും ഇതും പറഞ്ഞാൽ. നമുക്കിവിടെ മാറ്റം വന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് ഹസ്ബൻഡ് വർക്ക് ചെയ്തത് കോപ്പറേറ്റീവ് ബാങ്കിലായിരുന്നു. അപ്പം നമ്മളെ കസിൻസ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും GCCയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. അന്നേരം എല്ലാവർക്കും അറിയാലോ, നീ എന്തിനാ അവിടെ കിടന്ന് കഷ്ടപ്പെടണേ, ഇങ്ങ് കയറി പോരെന്നുള്ളതാണ്. ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിന് ശരിക്കും പറഞ്ഞാൽ വിസ വരെ വന്നതാണ്. നമുക്ക് മനസ്സിൽ തോട്ട്സ് ഉണ്ട്, നാട്ടിൽ നിൽക്കാനാണ് ഇഷ്ടം. പക്ഷേ അതിനുള്ള ഒരു എന്താ പറയുക അന്തരീക്ഷം നമുക്ക് അന്നില്ല. അതായത് ഈ ഫണ്ട് വേണം, അതുപോലെ സപ്പോർട്ടിങ് സിസ്റ്റം വേണം. ഈവൻ നമ്മൾ ഫാമിലിയിൽ നിന്ന് പോലെ ഒരു സപ്പോർട്ടിങ് സിസ്റ്റം നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു തോട്ടായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞാൻ പോയിട്ട് ICICI പ്രൊഡൻഷ്യലിൽ കയറുന്നത്. പ്രൊഡൻഷ്യൽ എന്ന് പറഞ്ഞാൽ ICICIയിലൊക്കെ നമ്മൾ കയറി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അവരെ നമ്മളൊന്നും അല്ലെങ്കിൽ പോലും അവർ നമ്മളെ ട്രെയിൻ ചെയ്ത് എന്തെങ്കിലുമൊക്കെ അങ്ങ് ആക്കും. ആ സമയത്ത് ഞാൻ ഇൻഷുറൻസ് സെക്ടറിലാണ് കയറിയത്. നമ്മൾ ചെന്നിട്ട് എനിക്കറിയില്ല ഇത് എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു സെയിൽ പിടിക്കുന്നതെന്ന്. ഹസ്ബൻഡ് ബാങ്കിലായതുകൊണ്ട് കുറച്ച് കോണ്ടാക്ട്സൊക്കെ എനിക്ക് കിട്ടി. ഞാൻ എന്താക്കി ഇറങ്ങിയിട്ട് ഇങ്ങനെ തപ്പി നടക്കുന്ന സമയത്താണ് എനിക്ക് മനസ്സിലാകുന്നത് നമ്മളെ നാട്ടിൽ ഒരുവിധ ആൾക്കാരെ കയ്യിലൊക്കെ നല്ല പൈസ ഉണ്ട്. ഇവർക്കിതെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നറിയില്ല. ഈ ഫണ്ട് ഓരോരുത്തരടുത്ത് പോയി ചോദിക്കുമ്പോൾ അവർ അത്ര വേണോ, ഓ ഓക്കെ ഈസി. അപ്പോഴാണ് ഞാൻ മനസ്സിലായി ഇത്രയും പൈസയൊക്കെ ഇവരുടെ അടുത്ത് ഉണ്ടോ. ആ ഒരു ലെവലിൽ നിന്നാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു മോഹം, ഗൾഫ് എന്ന് പറഞ്ഞ മോഹം ഉപേക്ഷിച്ചിട്ട് ഇവിടെ തുടങ്ങുന്നത്. ഇവിടെ തുടങ്ങാനുള്ള മെയിൻ കാരണം ഈ ഒരു ഫീൽഡിലേക്ക് എത്താൻ എൻ്റെ ഫാമിലിയാണ്. എൻ്റെ ഫാമിലീൻ്റെ ഒരു പാരമ്പര്യ ബിസിനസ് എന്ന് പറയുന്നത് അലൂമിനിയം, ഗ്ലാസ്, സ്ട്രക്ചറൽ ഗ്ലേസിങ്. ബ്രദേഴ്സ് എല്ലാം ആ ഒരു ഫീൽഡിലാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഞങ്ങൾ അക്ബർ ജോലി റിസൈൻ ചെയ്യുന്നത് നമ്മളിങ്ങനെ ഈ ഒരു കോൺസെപ്റ്റുമായിട്ട് വരുന്ന ഇവിടെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാണ്. ഈ ഫസ്റ്റിൽ നമ്മൾ തുടങ്ങുന്നത് ഒരു ഇൻറ്റീരിയർ ബേസ്ഡ് കമ്പനി ആയിരുന്നു. അതിൽ നമ്മൾ കിച്ചണ്, സ്ട്രക്ചർ ഗ്ലേസിങ്, അതേപോലെ ഫസാഡ്സ് ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അവിടെ നമ്മളെ മനസ്സിലുണ്ട് നമ്മൾക്ക് ഇതൊന്നുമല്ല ചെയ്യാനുള്ളത്, കുറച്ചുകൂടി ഇന്നോവേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യണം. അപ്പം ബ്രദേഴ്സ് എല്ലാം എന്ന് പറയുന്നത് പുറത്ത് വർക്ക് ചെയ്തിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവർ ഈ അലൂമിനിയത്തിൻ്റെ സാധ്യതകൾ അവർക്ക് അറിയാം. അവരെവിടെ വിൻഡോസും ഇതൊക്കെ യൂസ് ചെയ്തും സെയിൽ ചെയ്തും പരിചയമുണ്ട്. അങ്ങനെ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ഇവിടെ കിട്ടും എന്ന് അന്വേഷിക്കുന്ന സമയത്ത് നമുക്കിവിടെ കിട്ടാനില്ല. നമ്മൾ ഗുജറാത്തിൽ പോയി ഒരു സെക്ഷൻ പോലും നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു സെക്ഷൻ ഇവിടെ ഇല്ല. നമ്മൾ ഉണ്ടാക്കാൻ തന്നെ നമ്മൾക്ക് ഡ്രോയിങ് ഉണ്ടാക്കണം, പക്ഷേ അതൊന്നും പ്രോപ്പർ വേ അല്ല. അപ്പം ബ്രദറും ഹസ്ബൻഡും കൂടി നേരെ യൂറോപ്പിലേക്ക് പോവുകയുണ്ടായത്. യൂറോപ്പിൽ പോയി അവിടെ പല കൺട്രീസിലും പോയിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അത്രയും ഒരു സമയം വരെ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഈ ഒരു സാധനം കൊണ്ടുവന്നു, നമ്മളിവിടെ എത്തി, അതിൻ്റെ പാറ്റൻറ്റ് നമുക്ക് കിട്ടി. ഇന്ത്യയിൽ നമുക്ക് മാത്രമേ ഹോസ്റ്റൽ എന്ന് പറഞ്ഞ ബ്രാൻഡ് ചെയ്യാനായിട്ടുള്ളൂ. അപ്പോൾ അത് നമ്മളിവിടെ ചെയ്യുന്ന സമയത്ത് അടുത്ത വെല്ലുവിളി എന്ന് പറയുന്നത് ഇതെങ്ങനെ മാർക്കറ്റ് ചെയ്യും. ഇതിൽ മെയിനായിട്ട് നമ്മൾ ഇപ്പം ഇവർ പറഞ്ഞു എന്താ പറയുക തടീൻ്റെ ബിസിനസ്സാണെന്ന്. മലബാറിലെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് വെക്കുന്നതിൻ്റെ മുന്നേ തടി വാങ്ങി വെക്കുന്നവരാണ്. ആദ്യം തടി വാങ്ങിയിട്ടേ വീടിന് തറയിടുള്ളൂ. ഈ ഒരു മാർക്കറ്റിലേക്കാണ് നമ്മൾ ഈ സാധനം കൊണ്ട് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് നല്ലോണം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് നമ്മളെ മാർക്കറ്റ് എന്ന് പറയുന്നത് തെക്കൻ കേരളമായിരുന്നു. കൊച്ചിക്കപ്പുറം കോട്ടയം, തിരുവല്ല ആ ഭാഗത്തേക്കാണ് നമ്മൾ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഇവർ യൂറോപ്പിലും UK പോയി ഇവർക്കിത് യൂസ് ചെയ്യാൻ പരിചയമുണ്ട്, ഇവർക്ക് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് അറിയാം. പക്ഷെ ഇതെവിടെ കിട്ടും എന്നറിയില്ല. അങ്ങനെ നമ്മൾ ആർക്കിടെക്ട്സിനെ കാണുന്നു, അങ്ങനെ അവരെ ത്രൂ നമ്മളിത് ചെയ്യുന്നു. ഒരു വർക്കായി പിന്നെ അത് റെഫറൻസ് ആയി നമുക്ക് കൂടി വന്നു. അപ്പോഴും നമ്മൾ മലബാറിൽ അത്ര ഫോക്കസ് ചെയ്യുന്നില്ല. ഇവിടുന്ന് മലപ്പുറത്തെ ഒരു കോട്ടക്കലിലുള്ള ഈ ഒരു സ്ഥാപനത്തിൽ നിന്നാണ് നമ്മൾ തെക്കൻ കേരളത്തിൽ കൊണ്ടുപോയിട്ട് ഇത് മാർക്കറ്റ് ചെയ്യുന്നത്. ഈ ഒരു സാധനം മലബാറിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നല്ലോണം കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യന്മാരെ ശരിക്കും പറഞ്ഞാൽ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ ബെനിഫിറ്റ്? കാരണം എല്ലാവരും മനസ്സിലെന്ന് പറഞ്ഞാൽ അലുമിനിയം വിൻഡോ, ഡോസ് എന്നൊക്കെ പറയുമ്പോൾ മുമ്പുണ്ടായിരുന്നു. നമ്മൾ പഴയ ഒരു ഹോസ്പിറ്റലിലൊക്കെ പോയി എപ്പോഴും കാണും, അങ്ങോട്ട് നീങ്ങൂല, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഒരു ഡിഫക്റ്റ് ഉണ്ട്. നമ്മളെ മനസ്സിലതാണ് എന്താണ് ശരിക്കും ഒരു പ്രീമിയം സിസ്റ്റം വിൻഡോസ് എന്നുള്ളത് നമ്മൾ ഇപ്പോഴും എഡ്യൂക്കേറ്റ് ചെയ്ത് കൊണ്ടിരിക്കേണ്ട അവസ്ഥ. പക്ഷേ ഇപ്പോൾ എന്ന് പറയാൻ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ഈസിയായി. കാരണം നമുക്ക് കുറേ കോമ്പറ്റീറ്റേഴ്സ് വന്നു. ശരിക്കും പറഞ്ഞാൽ ഇത്രയും കോമ്പറ്റീറ്റേഴ്സ് വരുന്നത് കുറച്ച് നല്ലതാണ്. കാരണം നമ്മൾ എഫേർട്ട് അത്രയും കുറയാണ് ചെയ്യുന്നത്. അവരാണ് ഇപ്പം കസ്റ്റമർ എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾക്കെന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടെ ഇപ്പം നമുക്ക് 50,000 സ്ക്വയർ ഫീറ്റ് മാനുഫാക്ചറിങ് യൂണിറ്റ് മലപ്പുറം ജില്ലയിലെ കൊളപ്പുറത്തേക്ക് നമ്മൾ കുറച്ചുകൂടി വലിയ ലെവലിലേക്ക് മാറി. ഇപ്പം ഏകദേശം 150 സ്റ്റാഫിൻ്റെ അടുത്ത് നമുക്കുണ്ട്. അപ്പം
അവിടുന്ന് ഇവിടം വരെ എത്തിയ ജേണി എന്ന് പറഞ്ഞാൽ ശരിക്കും നല്ലോണം നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു ബെനിഫിറ്റ് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കോമ്പറ്റീഷൻ മേഖലയിൽ ഇവിടെ നമുക്കൊരു അസംബ്ലിങ് യൂണിറ്റ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇപ്പം ഈ ഒരു കസ്റ്റമറെ സംബന്ധിച്ച് എന്താണ് അതിൻ്റെ ബെനിഫിറ്റ് എന്ന് ചോദിക്കുമ്പം അവർ ഇന്ന് ഇപ്പം നമ്മളെ അടുത്ത് ഒരു സാധനം ഡ്രോയിങ് നിന്ന് ഓക്കെ ആയി, ചിലപ്പം ഈ കൺസ്ട്രക്ഷൻ്റെ മേഖലയിൽ എന്ന് പറയുമ്പോൾ ഈ ഡിസൈൻ ചിലപ്പം അത് ലോക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും ഇത് മാറിക്കൊണ്ടിരിക്കും. ചിലപ്പം ഒരു കൺസ്യൂമറെ സംബന്ധിച്ച് അവർ ഐഡിയയിൽ പിന്നെ ഇരിക്കും ആ റൂം അങ്ങനെ ആക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാമെന്നൊക്കെ ഉള്ള ഒരു ഐഡിയ വരുന്നത്. ആ സമയത്ത് ഇതിൻ്റെ മൊത്തം ഡിസൈൻ മാറും. ആ സമയത്ത് നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മൾ ഇവിടെ അസംബ്ലിങ് യൂണിറ്റ് ആയതുകൊണ്ട് നമുക്ക് അതിൽ വരുന്ന വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നും ചെറിയ രീതിയിൽ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റം വരുത്താനോ ബുദ്ധിമുട്ടില്ല. മറ്റുള്ള കമ്പനികൾക്ക് എന്ന് പറയുമ്പോൾ പുറത്തുനിന്നാണ് വരുന്നത്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ അലൂമിനിയം യൂസ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? കാരണം എന്താ വെച്ചാൽ പണ്ടൊക്കെ ഇപ്പം നമ്മളൊരു ജനൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എത്രയോ ദിവസങ്ങൾ ആശാരി ഇങ്ങനെ ഈർന്നിട്ട് ആക്കുക. ഇതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിതിൻ നെക്സ്റ്റ് ഡേ തന്നെ കറക്റ്റ് ആ സൈസിൽ ജനൽ കൊണ്ടുപോയി വെക്കും അല്ലെങ്കിൽ ഡോർ കൊണ്ടുപോയി വെക്കും. എല്ലാം ഫാസ്റ്റായി. അത് മാത്രമല്ല കുറച്ചുകൂടി റിലയബിൾ ആണ്, കുറച്ചുകൂടി സ്ട്രോങ് ആണ്. അപ്പം ഞാൻ പറഞ്ഞു വന്ന സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഇന്നൊവേഷനാണ്. നമ്മളൊരു പണ്ട് മുതലേ ചെയ്തു വന്ന ഒരു സിസ്റ്റത്തിൽ നിന്നുള്ള ഒരു മാറ്റം ഇത് തന്നെയാണ് ശരിക്കും സ്റ്റാർട്ടപ്പ് എന്ന് വരുന്നത്. പുതിയൊരു ഇന്നൊവേഷൻ, പുതിയ ഒരു സാധനം നമ്മൾ എന്തെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനൊരു മാർക്കറ്റ് ഉണ്ട് എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നിട്ട് അതിന് നമ്മൾ ലോകം മുഴുവൻ നമുക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും. എന്തായാലും വളരെ നല്ല അടിപൊളി ഒരു ഡബിൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ചർച്ചയാണുള്ളത്. നമുക്ക് നമ്മളെ കൂടെ കുറേ സുഹൃത്തുക്കൾ ഇരിക്കുന്നുണ്ട്, അവരിലേക്കും കൂടി നമുക്ക് ഇതിനെ കൊണ്ടുപോകേണ്ടതുണ്ട്. ഒന്ന് എഴുന്നേറ്റ് ഒന്ന് വരാമോ? ഓക്കെ, ശരി, പറഞ്ഞോളൂ. മോൾ എന്താ ചെയ്യണേ? ഹായ്, ഞാൻ അസ. ഞാൻ ഒരു സലാഡ് കമ്പനീൻ്റെ ഓണറാണ്. സാൽഡോ എന്ന് പറഞ്ഞ ഒരു സലാഡ് കമ്പനീൻ്റെ ഓണറാണ്. സോ സാൽഡോനെ പറ്റി പറയുകയാണെങ്കിൽ കോഴിക്കോടിൻ്റെ ഫുഡ് കൾച്ചർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണല്ലേ. സോ ആ ഒരു ഫുഡ് കൾച്ചർ മാറ്റിയിട്ട് കുറച്ചും കൂടി ഒരു ഹെൽത്തി ഫുഡ് കൾച്ചർ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ ഇപ്പം ഏകദേശം 1 year ആയിട്ടുണ്ട്. സോ അതിനൊരു ജേർണിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. സോ ദാറ്റ്സ് അബൌട്ട് മൈ കമ്പനി. സോ നമ്മുടെ ഹെൽത്തിയസ്റ്റ് ബാലൻസ് എന്ന ടാഗ് ലൈനിലൂടെയാണ് ഇപ്പോൾ നമ്മുടെ സലാഡ്സ് ആൻഡ് പ്രൊഡക്ട്സ് കൊണ്ടുപോകുന്നത്. താങ്ക് യു. ഇയാൾ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. കാറെല്ലാം ബ്രാൻഡ് ചെയ്തിട്ടുണ്ട് അല്ല, അതൊക്കെ തന്നെ ശരിക്കും നല്ലൊരു ക്വാളിറ്റി ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഞാൻ വരുമ്പോൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ആ കാറിൻ്റെ മുകളിൽ തന്നെ താങ്കളുടെ ബ്രാൻഡൊക്കെ തന്നെ നല്ല ഉഷാറായിട്ട് കൊടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അത് ഉപ്പൻ്റെ ബ്രാൻഡാണ്. ആണല്ലേ? എന്തായാലും നമ്മൾ സാധാരണ രീതിയിൽ പറയും ജോ ദിക്താ ഹെ വഹി ബിക്താ ഹെ എന്ന്. അപ്പോൾ ഏതൊരു സ്റ്റാർട്ടപ്പിനാണ് എന്നുണ്ടെങ്കിലും ഏതൊരു സ്ഥാപനത്തിനാണെന്നുണ്ടെങ്കിലും ഉയർന്നു വരണം എന്നുണ്ടെങ്കിൽ ആ രീതിയിലേക്കുള്ള മാർക്കറ്റിംഗ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പബ്ലിക്കിലേക്ക് എത്തിക്കാനുള്ള രീതിയിലേക്കുള്ള വഴികൾ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. ഓക്കെ, എപ്പോഴെങ്കിലും ആരെങ്കിലും ഒരു ചെറിയ ബിസിനസ്സിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ഇവിടെ? എനിക്ക് ഈ ജോലിയൊന്നും വേണ്ട, എനിക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ മതി, അങ്ങനെ സ്വന്തമായിട്ട് ഒരു ബിസിനസ് എപ്പോഴും വേണമെങ്കിലും കയറി ചെല്ലാൻ പറ്റുന്നൊരു സ്ഥാപനം, പഞ്ചിങ് ഇല്ല, ഒന്നുമില്ല, അങ്ങനെ ഒരു സ്ഥാപനത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? യെസ് മാം, ഞാൻ നക്ഷത്ര. ഞാൻ SNES കോളേജിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ എം MBA സ്റ്റുഡൻറ്റ്. ആൻഡ് എനിക്കൊരു വലിയ സ്വപ്നം എന്ന് പറയുന്നത് എനിക്കൊരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യണം, ലൈക്ക് ഒരു യൂണീക്കായിട്ടുള്ളൊരു സംഭവം. ബട്ട് അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഐ എം ഓൺലി 22. അപ്പോൾ ആ ഒരു കാര്യത്തിൽ എനിക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട്. ലൈക്ക് പാരൻസിനെ ആ ഭാഗത്തേക്ക് വലിച്ചിടാതെ സ്വന്തമായിട്ട് എങ്ങനെയാണ് ഈ ബിസിനസ്സിലേക്ക് ഫണ്ട് ഇറക്കുക എന്നുള്ള കാര്യങ്ങൾ, ക്യാപിറ്റലും ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം വേണമല്ലോ. അപ്പോൾ അതെല്ലാം എങ്ങനെ ഉണ്ടാക്കണം, ലൈക്ക് നാട്ടിൽ തന്നെ പണിയെടുത്ത് അത് ചെയ്യണോ അല്ലെങ്കിൽ ലോൺ എടുക്കണോ, ഓർ ഈവൻ എബ്രോഡ് പോയി ജോബ് ചെയ്തിട്ട് ഇവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണോ എന്നുള്ള കൺഫ്യൂഷനിൽ ഞാൻ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഞാൻ പറയാം. അതായത് ഈ ഫണ്ട് ഇറക്കുന്നതിനെ പറ്റിയല്ല നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. ആദ്യം ചിന്തിക്കേണ്ടത് നമ്മൾ എന്താണ് ചെയ്യാൻ പോവുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഫണ്ടിന് മുന്നേ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടതാണ് വാട്ട് ഈസ് യുവർ പ്ലാൻ. ആ പ്ലാനാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ചില പ്ലാനുകൾ നമ്മൾ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു മേ റിക്വയർ മില്യൺസ് ഓഫ് മണി, ക്രോർസ് ഓഫ് മണി. മനസ്സിലായില്ല? അപ്പോൾ നമ്മൾ എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്നുള്ളൊരു പ്ലാനാണ് ആദ്യം സ്റ്റാർട്ടപ്പുകാർ ഉണ്ടാക്കേണ്ടത്. ഞാൻ എന്ത് പ്രൊഡക്റ്റാണ് ലോഞ്ച് ചെയ്യണം ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത് എനിക്ക് ഓൾറെഡി ഫിക്സ്ഡ് ആണ്. പക്ഷെ അത് എങ്ങനെ ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളാണ് എനിക്ക് കൺഫ്യൂഷൻ. അല്ല, അങ്ങനെ പ്ലാന് ഫിക്സ് ആണെന്നുണ്ടെങ്കിൽ അതിന് നമ്മളൊരു ബഡ്ജറ്റിംഗ് ചെയ്യണം. ഇപ്പോൾ ഇത്ര രൂപയാണ് അതിനൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വരിക എന്ന് പറയാം. അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇതുപോലുള്ള സ്റ്റാർട്ടപ്പുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട്. ഞാൻ അറിയുന്ന ആൾക്കാർ തന്നെ ഇഷ്ടംപോലെ ഉണ്ട്. ഇനി നല്ല പ്രൊജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ അതും ചെയ്യും, ഒന്നും കുഴപ്പമൊന്നുമില്ല. യെസ്, അഖിലിനും എന്തോ പറയാം. ഇതിനകത്തെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ എല്ലാവരും കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.
കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ അകത്ത് ഇതേപോലുള്ള ഐഡിയകൾക്ക് ഒരുപാട് ഫണ്ടിങ് ചെയ്യുന്നുണ്ട്. ഐഡിയക്ക് നിങ്ങൾക്ക് ഗ്രാൻഡായിട്ട്, അതായത് തിരിച്ചു കൊടുക്കേണ്ടാത്ത ഗ്രാൻഡായിട്ട് നിങ്ങൾക്ക് പിന്നെ ഫണ്ട് കിട്ടും. KSIDCയുടെ ഫണ്ടുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിന് തന്നെ സ്റ്റാർട്ടപ്പിൻ്റെ ലോൺസ് ആയിട്ട് കിട്ടും. KFCന്ന് ലോൺ കിട്ടും. ഇങ്ങനെ ഒരുപാട് സ്കീമുകൾ അവൈലബിൾ, ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്ന സ്കീം അവൈലബിൾ ആണ്. പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ വുമൺ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സ്കീംസ് സ്റ്റാർട്ടപ്പിൻ്റെതായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വേറെ ആരെടുത്തും പോയി ലോൺ എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഗവൺമെൻറ്റിനോട് അല്ലെങ്കിൽ ഇതിന് എൻ്റെതായ ഏജൻസീസ് ഉണ്ട്, അവരുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ അപ്പോൾ സ്റ്റാർട്ടപ്പ് മിഷനിൽ ഒരു മെയിൽ അയക്കുക. സ്റ്റാർട്ടപ്പ് മിഷൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇതിനൊക്കെ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. അവരോട് നിങ്ങൾക്ക് സംസാരിക്കാം. വീഡിയോ കോളിൽ പോയാൽ മതി. നിങ്ങൾ എറണാകുളം പോലും പോകണ്ട, വീഡിയോ കോൾ ഇരിക്കുക. ഈവൻ കോഴിക്കോട് തന്നെ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഓഫീസ് ഉണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾ സംസാരിക്കുക. നിങ്ങൾ ഐഡിയ നല്ലതാണെങ്കിൽ അവർ നിങ്ങൾക്ക് അതിന് സീഡ് ഫണ്ട് തരും, നിങ്ങൾക്ക് മെൻറ്റേഴ്സിനെ തരും, അതിന് എന്താ വേണ്ടതെന്നുള്ളത് പറഞ്ഞു തരും. എല്ലാം ചെയ്തു തരാൻ ഇപ്പം മെക്കാനിസം ഉണ്ട്. അതുകൊണ്ട് ഒന്നുകൊണ്ട് പേടിക്കേണ്ട, നിങ്ങൾക്ക് ഫണ്ടൊന്നും ഒരു പ്രശ്നമില്ല. പിന്നെ ഇനി അതൊന്നും നടന്നില്ലെങ്കിൽ ഇതാ മെഹറൂഫ് അവിടെ ഉണ്ട്, മെഹറൂഫ് ഖാൻ എടുത്ത് പോവുക, ഫണ്ട് ചോദിക്കുക, സാധനം റെഡിയാവും. അപ്പോൾ ഇതൊന്നും ഒരു വിഷയമുള്ള കേസല്ല. ഈ പറയുന്ന ഇപ്പം നമ്മളിപ്പോൾ ചോദിച്ച പോലെ ഞാൻ 22 വയസ്സാണ്, എനിക്കെന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെയൊന്നുമില്ല. വയസ്സൊന്നും ഒരു വിഷയമുള്ള കേസല്ല. നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഡെഫിനറ്റ്ലി ഫണ്ട് ഒരു പ്രശ്നമായിരിക്കില്ല. അത് അഖിൽ പറഞ്ഞാൽ വളരെ കറക്റ്റാണ്. കാരണം നമ്മൾ ഐഡിയാസിനാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നല്ല ഐഡിയാസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ സപ്പോർട്ട് ചെയ്യാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും ഒക്കെ തന്നെ അതിന്, അതായത് സ്റ്റാർട്ടപ്പ് മിഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കേരള ഗവൺമെൻറ് അത്രയും ചെയ്യുന്നുണ്ട്. പ്ലസ് ഇന്ത്യ ഗവൺമെൻറ് പ്രൈം മിനിസ്റ്ററുടെ ഭാഗത്തു നിന്ന് തന്നെയുള്ള വലിയ ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ പുതിയ പിന്നെ എൻ്റർപ്രണേഴ്സിനുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു, ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് ജില്ലയിലുള്ള പിന്നെ ഏറ്റവും താഴേക്കിടയിലുള്ള ഒരു മലയാളം മീഡിയം സ്കൂളിൽ 10ാം ക്ലാസ് വരെ പഠിച്ച ആളാണ്. ഏറ്റവും താഴേക്കിടയിലുള്ള, അതായത് 100 കുട്ടികൾ SLC എഴുതിയിട്ടുണ്ടെങ്കിൽ 2 ആളൊക്കെ പാസ്സാവുള്ളൂ. സീരിയസ്ലി, ഹോണസ്റ്റ്ലി. അതായത് എല്ലാ പ്രാവശ്യവും ഇപ്പം മാതൃഭൂമിയിലൊക്കെ വരുമല്ലോ, ഇപ്പോൾ SSLC ഏറ്റവും കൂടുതൽ വിജയ ശതമാനമുള്ള സ്കൂളുകളിൽ ഇത് അധികം ഉണ്ടാവാറില്ല. ഉണ്ടെങ്കിൽ തന്നെ ഏറ്റവും ലാസ്റ്റിലാണ് ഉണ്ടാവുക. അപ്പം നമ്മളെ സംബന്ധിച്ചോളം നമ്മളൊരു പാഷനാണ് ശരിക്കും നമ്മളെ അതിലേക്കൊക്കെ ഡ്രൈവ് ചെയ്യണത്. പിന്നെ ഞാൻ അത് കഴിഞ്ഞ് ഞാൻ ഫറൂഖ് കോളേജിൽ പോയി, പിന്നെ ചെന്നൈയിൽ പോയി പഠിച്ചു, IT പഠിച്ചു, പാസ്പോർട്ട് എടുത്ത് ഗൾഫിലേക്ക് പോകാൻ വേണ്ടി നിന്ന ആളാണ്. ആ സമയത്താണ് ഗൾഫിൽ നിന്ന് എൻ്റെ ബ്രദർ പറഞ്ഞത്, മോനെ നീ വരുന്നതിൻ്റെ മുമ്പേ ഒറാക്കിൾ എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉണ്ട്, അതും കൂടി പഠിച്ചു വന്നാൽ വേഗം പെട്ടെന്ന് ജോലി കിട്ടുന്നു. അങ്ങനെ ഈ ഒറാക്കിളുടെ ഫീസ് ചോദിക്കാൻ വേണ്ടി പോയതാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ലൈഫ് മാറ്റിമറിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചെന്നൈയിൽ തന്നെ ചോദിച്ച സമയത്ത് ഇറ്റ് വാസ് ജസ്റ്റ് 18,000 rupees 3 മാസത്തെ കോഴ്സാണ്. കാരണം ഞാൻ ഓൾറെഡി ബേസിക്സ് ഒക്കെ പഠിച്ച ആളാണ്. ഇനി ഒരു ഹയർ എൻഡ് കോഴ്സ് പഠിക്കാൻ വേണ്ടി ഫീസ് ചോദിച്ചാൽ 3 മാസത്തേക്ക് 18,000 രൂപയുള്ളൂ. അതേ സാധനം ഞാൻ കോഴിക്കോട് വന്ന് ചോദിച്ച സമയത്ത് ഇറ്റ്സ് 45,000. സോ ദർ ഇസ് എ ഡിമാൻഡ്. മനസ്സിലായില്ലേ? കാരണം ചെന്നൈ പോലുള്ളൊരു സിറ്റിയിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, ദർ ഇസ് എ കോമ്പറ്റീഷൻ. ഇവിടെ അന്ന് ഒരു 2-3 കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട്, അപ്പോൾ അവിടെ ഒരു ഡിമാൻഡ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ 94 ഇതിലിരിക്കുന്ന പല ആൾക്കാരും എന്താ പറയുക, ജനിക്കുന്നതിന് മുന്നേ അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ തുടങ്ങിയിട്ടുള്ളത്. നല്ല അടിപൊളി ലോഞ്ചിങ് ചെയ്തു. ഇത് നമ്മളെ 25ാമത്തെ വർഷമാണ്. മനസ്സിലായി? ഈ 25th ഇയർ സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും വർഷങ്ങളായിട്ട് നമ്മൾ ഇത്രയും കുട്ടികളെ പഠിപ്പിക്കാനൊക്കെ ഇതൊക്കെ ഒരു ഭാഗ്യമാണ്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരേ ഒരു സ്ഥാപനം. അപ്പോൾ എത്രയേ സ്ഥാപനം കണ്ട് കേരളത്തിൽ, എത്ര യൂണിവേഴ്സിറ്റികളുണ്ട്, എത്ര കോളേജുകളുണ്ട്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരേ ഒരു കേരളത്തിലെ സ്ഥാപനം, എഡ്യൂടെക് സ്ഥാപനം എന്ന് പറയുന്നത് GTech ആണ്. അതും വളരെ അഭിമാനത്തോടു കൂടി പറയുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇഫ് യു ഹാവ് ഐഡിയാസ് ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മളെപ്പോലുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ഐഡിയാസ് ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നല്ല ഐഡിയാസ് വർക്കൗട്ട് ചെയ്തിട്ട് കൊണ്ടുവരാം. വളരെ എൻ്റെ ലൈഫായിട്ട് വളരെ കണക്ട് ആയിരിക്കുന്ന ഒരു പ്രോഗ്രാം ആയതുകൊണ്ടാണ് ആക്ച്വലി ഞാൻ മകളെയും കൂടി വന്നത്. കാരണം എൻ്റെ മുൻ ജനറേഷൻ, എൻ്റെ ഫാദർ എന്ന് പറഞ്ഞാൽ ഈ പത്തേ മാതിരിയിൽ പിന്നെ പോയ മാതിരി എന്താ പറയുക, ബോംബെയിൽ നിന്ന് ഗൾഫ് പോയ ഒരാളായിരുന്നു. 3 വർഷം കഴിച്ചാണ് നാട്ടിലേക്ക് വരിക. ആ സമയത്ത് എന്ന് പറഞ്ഞിരിക്കുന്ന നമ്മുടെ സമയത്തോളം ബിസിനസ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു ടേംസ് പോലും നമുക്ക് ഉപയോഗിക്കാൻ അറിയില്ല. ഈ ഇപ്പം സാർ ഒരുപാട് പ്രാവശ്യം ഓണ്ടർപ്രീനർ എന്ന് പറഞ്ഞു. ഓണ്ടർപ്രീനർ ഞാൻ പഠിച്ചത് ശരിക്കും പറഞ്ഞാൽ പ്രീ-ഡിഗ്രി 4th ഗ്രൂപ്പിലാണ് പഠിച്ചത്. അതിനുശേഷം നമ്മൾ ഒരു 10-15 വർഷം കഴിഞ്ഞ ശേഷമാണ് ഈ ഒരു ടെർമിനോളജി പബ്ലിക്കായിട്ട് നമ്മൾ കണ്ടത്. അതിലൊരു മെയിൻ എൻ്റെ ഒരു ഇൻസൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ കാണുന്നതും കേൾക്കുന്നതായിരിക്കുമല്ലോ നമ്മളിത് പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ കാണുന്നതാണ്, നമുക്ക് മുമ്പുള്ള ആൾക്കാർ പുറത്തേക്ക് പോകുന്നു, പൈസ സമ്പാദിക്കുന്നു, അത് യൂസ് ചെയ്യുന്നു. ആ സമയത്ത് എന്തെങ്കിലും സൂപ്പർ മാർക്കറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രോസറി അല്ലെങ്കിൽ ഫാഷൻ ഷോർ മാത്രമേ നമുക്ക് കണ്ടുള്ളൂ. ഇപ്പം മാറി. പക്ഷേ ഇപ്പോൾ ട്രെൻഡ് വന്നിരിക്കുന്നത് വെച്ചാൽ എല്ലാവർക്കും സ്റ്റാർട്ടപ്പ് തുടങ്ങണം. ഇപ്പം നേരത്തെ കുട്ടി പറഞ്ഞു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ആഗ്രഹമുണ്ട്. ഇതിനൊരു വിഷയം എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഏകദേശം ഒരു 7 വർഷമായിട്ട് ഈ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റിലുള്ള ഒരാളാണ്. അഖിൽ എൻ്റെ സുഹൃത്തും കൂടിയാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ജേണി ഭയങ്കര വിഷയമാണ്.
6800 സ്റ്റാർട്ടപ്സ് ഇപ്പം കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവരെന്താ ആവുന്നുള്ള ഒരാൾക്ക് കേരള ഗവൺമെൻറ് ഐഡിയ ഇല്ല, അവർക്കും ഐഡിയ ഇല്ല. പക്ഷേ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഐഡിയ വന്നിട്ട് അത് എക്സിക്യൂട്ട് ചെയ്ത് നേരത്തെ സാറ് പറഞ്ഞ പോലെ ഓണ്ടർപ്രനർ പറഞ്ഞിരിക്കുന്ന ആ ടേംസിന് കാലം അനുസരിച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു അർത്ഥങ്ങളാണ് വരുന്നത്. ഇപ്പം ഞാൻ പറയുന്നത് ഒരു പ്രോബ്ലം മാത്രമല്ല, ഒരു സമൂഹത്തിന് കറക്റ്റായിട്ട് ഒരു അടിസ്ഥാനത്തിൽ ഒരു സർവീസ് കൊടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതായിരിക്കും എന്നറിയാം ഒരു ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയും, സ്റ്റാർട്ടപ്പ് എന്ന് പറയാം. പിന്നെ ഈ ഒരു ഡബിൾ സ്ട്രോങ് എന്ന് പറയുന്ന ആ ഒരു വേർഡിനെ ഞാൻ കണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു നല്ല ചായ എന്ന് പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു പാല്, അതുപോലെ നല്ല ചായപ്പൊടി, അതുപോലെ തന്നെ പഞ്ചസാര, ഇതിന് മിക്സ് ആണല്ലോ. അപ്പം നമുക്കൊരു 3 എലിമെൻ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ഒരു ഇക്കോസിസ്റ്റം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതൊന്ന് ഫാമിലിയാണ്, രണ്ടാമത്തെ നമ്മൾ സോഷ്യൽ കൾച്ചറാണ്, മൂന്നാമത്തെ ഗവൺമെൻറ് സപ്പോർട്ടാണ്. ഇത് 3 സ്ട്രോങ് ആണെങ്കിൽ തീർച്ചയായിട്ടും എന്താ പറയുക, നമുക്ക് സ്ട്രോങ് ആയിരിക്കുന്ന ഒരു സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. താങ്ക് യു. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ചായ കുടിക്കുന്ന സ്ഥലം ഈ അളകാപുരി എന്ന് പറയുന്നത് പിന്നെ ശരിക്കും പറയണ്ടെങ്കിൽ കോഴിക്കോടിൻ്റെ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഒരു ഫേസാണ്. അതായത് പണ്ട് കാലങ്ങൾ മുതൽ തന്നെ ഒരുവിധം കോഴിക്കോടുള്ള വലിയ സിനിമാ നടിമാരൊക്കെ തന്നെ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. ഇത്രയും എന്താ പറയുക, വലിയൊരു കോഴിക്കോടിൻ്റെ ഒരു ഹെറിറ്റേജ് ഒക്കെ കാണിക്കുന്ന ഒരു സ്ഥലമാണ് അളകാപുരി. ഇപ്പോൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു മാറ്റമില്ല. ഇത് ഈ ലോണും കാര്യങ്ങളും ഈ റൂമുകളും ഈ ഹാളുകളൊക്കെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആരൊക്കെ ഉണ്ടോ എല്ലാവരും പണ്ട് ഉള്ള മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും ഒക്കെ വന്ന് പണ്ട് താമസിക്കുന്ന ഒരു സ്ഥലമാണത്. ഇപ്പോഴും അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ തന്നെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അതും ഇറ്റ് ഈസ് ഇൻ ദ ഹാർട്ട് ഓഫ് കോഴിക്കോടിൻ്റെ നടുക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ലാൻഡ് പ്രോപ്പർട്ടീൻ്റെ ഒരു വില എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ക്രോർസ് ആൻഡ് ക്രോർസ്. എന്നിട്ടും അത് ആ ഒരു നമ്മളെ കേരളത്തിൻ്റെ ആ ഒരു തനിമ എല്ലാം തന്നെ അങ്ങനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് ഇവിടെ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു നമ്മളെ ഒരു പ്ലാറ്റ്ഫോം ശരിക്കും ഐഡിയലാണ്. നല്ല ഐഡിയാസ് ആയിരുന്നു, എല്ലാം നല്ല ഇപ്പോൾ ഡിസ്കഷൻ പോയിൻ്റ് ആയിരുന്നു. ഈ കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ നമ്മൾ കൊടുക്കേണ്ടുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ഈ ഐഡിയ മാത്രം പോരാ, അല്ലേ? ഐഡിയ നിങ്ങളത് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഈ ഐഡിയ നമ്മുടെ സമൂഹത്തിലുള്ള ഒരു പ്രോബ്ലം സോൾവിങ് കൂടി ആവണം, എന്നാലും മാത്രമേ അതൊരു സക്സസ്ഫുള്ളായിട്ട് വരാനുള്ള സാധ്യതയുണ്ടാവുള്ളൂ. അപ്പം നമ്മുടേതായ ഒരു ഒബ്സർവേഷനിൽ നമ്മളൊരു എന്ത് പ്രോബ്ലമാണ് നമ്മളത് നമ്മുടെ ഐഡിയ കൊണ്ട് സോൾവ് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഞാനൊരു ഡോക്ടറാണ്, ഒരു ക്യാൻസർ സ്പെഷ്യലിസ്റ്റായിട്ട് 10-25 വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്തത്. അപ്പം ഞാനൊരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനത് എങ്ങനെ ചെയ്തു വെച്ചാൽ, ഈ എന്നെ കാണാൻ വരുന്ന രോഗികളുടെ സങ്കടങ്ങളും വിഷമങ്ങളും കണ്ടിട്ട് ചെയ്താണ്. ഇപ്പോൾ എന്നെ തന്നെ കാണാമെന്ന് പറഞ്ഞിട്ട് 100 കിലോമീറ്ററോളം യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അവർ വളരെ വിഷമിച്ചിട്ട് വരിക, എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ ആഴ്ചയും വരികയാണ്. അപ്പം അവർക്ക് അവരുടെ വീട്ടിൻ്റെ അടുത്തുനിന്ന് തന്നെ കീമോതെറാപ്പി എടുക്കാനുള്ള ഒരു സാധ്യത വരുന്ന തരത്തിൽ അവരുടെ തന്നെ റിക്വസ്റ്റിന് നമ്മളൊരു ഇറങ്ങി പുറപ്പെടേണ്ടി വന്ന ഒരു കാര്യമാണ്. അപ്പം ആ രീതിയിൽ ഒരു പ്രോബ്ലം സോൾവിങ് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ അകത്തൊരു സക്സസ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പുതുതായിട്ട് വരുന്ന ഇപ്പോൾ ഇങ്ങനെ ബഡ്ഡിങ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു വളരെ ഇതായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വെറുതെ ഒരു ഐഡിയ എല്ലാവരും പറയുന്ന മാതിരി ഞാനും ഒരു ഐഡിയ പറയുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരുന്നതിന് പകരം എനിക്കൊന്ന് ദേ ഷുഡ് കോൺസെൻട്രേറ്റ് ഓൺ വാട്ട് ഈസ് ദ നീഡ് ഓഫ് ദ സൊസൈറ്റി, എന്താണ് അതിൻ്റെ ഇമ്പാക്റ്റ് എന്നുള്ളതും കൂടി അറിയാം. അപ്പോൾ ഇതിൽ ഞാൻ മനസ്സിലാക്കിയ വേറൊരു സംഭവം ഉണ്ട് ഡോക്ടറെ. ഈ പുതിയ സ്റ്റാർട്ടപ്പ് ഒക്കെ തുടങ്ങുന്ന ആൾക്കാരുടെ ഒക്കെ പിന്നെ അവരുടെ ചിന്ത കുറച്ച് ഡിഫറെന്റ്. അവർക്ക് ഒരു വർഷത്തിൽ തന്നെ പിന്നെ സക്കർബർഗ് ആവണം, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളും ഉണ്ട്. മനസ്സിലായില്ല? അത് ഇതിൽ വലിയൊരു ഫാക്ടറാണ്. കാരണം ഞാൻ എൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ വരാറുണ്ട് ഇതുപോലെ ഇങ്ങനെ ഒരു പാർട്ട്ണർഷിപ്പ് വേണം, ഇതുപോലെ ഇങ്ങനെ ഫണ്ടിങ് വേണം എന്നൊക്കെ പറഞ്ഞു. ഇവരുടെ ഒക്കെ റിക്വയർമെന്റ്സ് ഉണ്ടെങ്കിൽ 100 കോടി 200 കോടി. അപ്പം 100 കോടി കൊണ്ട് എന്താ ചെയ്യാൻ വേണ്ടി പോകണം? അല്ല, നമുക്ക് പിന്നെ സൈബർ പാർക്കിൽ ഒരു ഫ്ലോർ ഒന്നായിട്ട് എടുക്കണം. അപ്പൊ ഇത് ആദ്യം ഒരു 2000 സ്ക്വയർ ഫീറ്റിൽ ഒരു ഫ്ലോർ എടുത്ത് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സ്വന്തമായിട്ട് ആദ്യം തന്നെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുക. ഇങ്ങനെ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഇവരുടെ കമ്പനീനെ US ആരെങ്കിലും വന്നിട്ട് ടേക്ക് അക്വയർ ചെയ്യണം. ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളാണ്. ബട്ട് ഐ തിങ്ക് ദാറ്റ് ഈസ് വാട്ട് വി നീഡ് ടു ചേഞ്ച്. അതിലൊരു വ്യത്യാസം എന്തായാലും ആവശ്യമാണ്. കാരണം എടുത്തുചാട്ടം എന്തായാലും ഉണ്ടാവുമല്ലോ അവരുടെ ഭാഗത്ത്. അതൊന്ന് ഡോക്ടറും മറൂഫും പറഞ്ഞതിനോട് ജസ്റ്റ് ഒരു കാര്യം കൂടി ആഡ് ചെയ്യാം. ഇപ്പൊ പണ്ട് കാലഘട്ടങ്ങളിൽ ഒന്നും ചെയ്ത് വിജയിക്കാത്തവരെ പിന്നെ ബിസിനസ്സിലേക്ക് വിടുക എന്നുള്ള, അല്ലെ അവൻ ബിസിനസ് തുടങ്ങുക എന്നുള്ള പരിപാടി ഉണ്ടായിരുന്നു. അത് മാറിയിട്ട് ഇപ്പോൾ പറഞ്ഞതുപോലെ ഒരു ഐഡിയ ആയിട്ടാണ് ബിസിനസ്സിലേക്ക് വരുന്നത്. എൻ്റെ അടുത്ത് ഒരു ഐഡിയ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് ബിസിനസ് ചെയ്യണം. അപ്പോൾ ആളുകൾ തയ്യാറായി വരുന്നു. അപ്പോൾ ഇവിടെ ഇന്നത്തെ വിഷയമായിട്ടൊന്ന് കണക്ട് ചെയ്യുകയാണെങ്കിൽ, ഗൾഫിൽ നിന്ന് ഒരുപാട് ആളുകൾ പണം ഉണ്ടാക്കി വെച്ചിട്ട് അത് വെറുതെ ഇങ്ങനെ തുരുമ്പടിച്ചിരിക്കുകയാണ്.
അപ്പോൾ അവർക്ക് ഇതിലേക്ക് പിന്നെ ഈ ഐഡിയയിലേക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒരു പ്ലാറ്റ്ഫോം, ഈ പ്ലാറ്റ്ഫോം ഒക്കെ ഉണ്ടാക്കുന്ന ആളുകൾക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒരു നല്ല കാര്യമായിരിക്കും എന്നാണ് എനിക്ക് അതിനെപ്പറ്റി പറയാൻ പറ്റുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ പിന്നെ നമ്മളെ ചെറുപ്പക്കാർ ബിസിനസ് ചെയ്തിട്ട് അവർ പ്രയാസം ഉണ്ടാകുന്ന വെച്ചാൽ ഒരു നിശ്ചിത എമൗണ്ട് മതി എന്ന് വിചാരിച്ചായിരിക്കും അവർ വരുന്നുണ്ടാവുക. അവർ ഐഡിയ ഒക്കെ ഉഷാറായിരിക്കും, പക്ഷെ അതിനൊരു ടൈമുണ്ട്. ഈ പറഞ്ഞ പോലെ ടൈം എടുത്തു കഴിഞ്ഞാൽ അപ്പോഴേക്ക് ഇവർ ട്രെയിൻ ഔട്ട് ആയിട്ടുണ്ടാവും, ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന രൂപത്തിൽ എന്തെങ്കിലും ഒരു ഐഡിയ ഇവിടെ കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും. പിന്നെ ഒറ്റൊരു കാര്യം കൂടി, എൻ്റെ ഒരു സംരംഭമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ എലോറിയ എഡ്യൂക്കേഷൻ ഹബിൽ ഞങ്ങളൊരു കാര്യം ചെയ്യുന്നത് പുതിയ ഓണ്ടർപ്രണേഴ്സിനെ സഹായിക്കാൻ വേണ്ടി. ഇനിയുള്ള കാലഘട്ടങ്ങളിൽ പിന്നെ AI ആണല്ലോ പ്രധാനം. അപ്പോൾ AI പഠിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ AI ഡെവലപ്പേഴ്സിനെ വാർത്തെടുക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ, കാരണം ഇനിയുള്ള അവസരങ്ങൾ ഒരു 1000 AI ഓണ്ടർപ്രണേഴ്സിന് നമ്മൾ ഒരു വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാമെന്ന് വെച്ചോ. അങ്ങനെ ഒരു 10,000 കോടി നമ്മൾ കേരളത്തിലേക്ക് കൊണ്ടുവരാമെന്ന് വെച്ചു. നമ്മുടെ പഴയ അവസരങ്ങളൊക്കെ, നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ അവസരങ്ങളും പലതും നമ്മൾ കളഞ്ഞു ഒഴിച്ചു. അതൊക്കെ ഹബ്ബുകളൊക്കെ വേറെ സ്ഥലത്തേക്ക് പോയി. ഈ AI ഹബ്ബെങ്കിലും നമ്മളെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളെ യൂത്ത് തയ്യാറാവുകയാണെങ്കിൽ, ഞാനും എൻ്റെ പിന്നെ ഫേമും അതേപോലെ മാതൃഭൂമി പോലുള്ള പിന്നെ കാര്യങ്ങളും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന രൂപത്തിൽ വരും എന്നുള്ള ഒരു കാര്യമാണ് പറയാനുള്ളത്. ഞാൻ ഒറ്റ പോയിന്റ് ആഡ് ചെയ്തിട്ട് പറയട്ടോ. അതായത് ഇപ്പം ഡോക്ടർ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, ഇവിടെ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര കോസ്റ്റ് സ്പെസിഫിക്കാണ്. നമുക്ക് കോസ്റ്റ് ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ എന്തൊക്കെ പറയുന്നത്, നമ്മൾ ദുബായിനെ പറ്റി പറയുന്നു, ദുബായ് മറ്റ് സിംഗപ്പൂരിനെ പറ്റി പറയുന്നു, മറ്റ് രാജ്യങ്ങളെ പറ്റിയൊക്കെ പറയുമ്പോൾ നമ്മളിവിടെ നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ ഏറ്റവും കൂടിയ ക്വാളിറ്റിയാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, നമ്മൾ പറയും ഹൈ ടിക്കറ്റ് സെല്ലിങ്ങിൻ്റെ കുറേ പിന്നെ എങ്ങനെ കൂടുതൽ പൈസയ്ക്ക് വിൽക്കാം എന്നൊക്കെ പഠിപ്പിക്കുന്ന ആൾക്കാരൊക്കെ നമുക്ക് കാണാം. പക്ഷെ എങ്ങനെ കൂടുതൽ പൈസയ്ക്ക് വാങ്ങാം എന്ന് നമ്മളാരും ചിന്തിക്കുന്നില്ല. ഈ പഠിപ്പിക്കുന്ന ആൾക്കാർക്ക് അതിട്ട് വിൽക്കാനും പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുക, ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ്, ദുബായ് പോലെ ആവണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഒരു ക്വാളിറ്റി പ്രൊഡക്റ്റ്, ഇത് വാങ്ങാൻ ആളില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും എന്തോ പോയി പരിപാടി പൊട്ടിപ്പോവും. നമ്മുടെ നാട്ടിൽ ശരിക്കും വേണ്ടത് ഒപ്റ്റിമൈസേഷനാണ്. നമുക്കൊക്കെ ഇപ്പോൾ ഞാൻ സ്റ്റാർട്ടപ്പ് തുടങ്ങിയ സമയത്ത് ഞാൻ US മാർക്കറ്റ് അല്ല എൻ്റെ മാർക്കറ്റ് കേരള മാർക്കറ്റാണ്. കേരള മാർക്കറ്റ് എങ്ങനെ ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കേരള മാർക്കറ്റിൽ ഈ സ്വഭാവമുള്ള, അതായത് പൈസ കുറഞ്ഞ പൈസയ്ക്ക് വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാരെ എങ്ങനെ നന്നാക്കാൻ പറ്റും നമുക്ക് ആലോചിച്ച് നോക്കാമല്ലോ. ഞാൻ ഇതിന് മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ടിനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ എന്താ ബാലുശ്ശേരി സ്ഥാപനം നടത്തുന്നത്, നിങ്ങൾക്ക് കോഴിക്കോട് വെച്ചൂടെ, കോഴിക്കോടാണെങ്കിൽ കുറേ ആളുകൾ വരില്ല എന്ന് വെച്ചു. അവൻ പറഞ്ഞു പാലയിൽ പഠിക്കാൻ ആൾക്കാർ പോകുന്നുണ്ടെങ്കിൽ ആൾക്കാർ പഠിക്കാൻ ബാലുശ്ശേരിയും വരും, അങ്ങനെ വരട്ടെ എന്ന്. അതുപോലെ എൻ്റെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പ്രൊഡക്റ്റ് ഇവിടെ ഉണ്ടാക്കിയ പുറത്തുള്ള ആൾക്കാർ ഇവിടെ വരട്ടെ, നമ്മൾ ഇവിടുന്ന് അവിടെ പോയി ചെയ്യുന്നതിൽ നല്ല അവർ ഇവിടെ വരട്ടെ എന്നുള്ളൊരു ഹീറോയിസം വേണേൽ നമുക്ക് കാണിച്ചൂടെ. ഈ സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന ആളുകളും സ്റ്റാർട്ടപ്പ് ചിന്തിക്കുന്ന ആൾക്കാരും ഒക്കെ ചിന്തിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തെത്തിയിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള. നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്താൽ ജിയോ നമുക്കറിയാം, നമ്മൾ 1 GB ഡാറ്റയ്ക്ക് 250 രൂപ കൊടുത്ത കാലത്തുനിന്ന് 250 രൂപയ്ക്ക് എല്ലാ ദിവസവും 1 GB ഡാറ്റ ഒരു തരുന്നത്. അതെങ്ങനെയാണ് വർക്കായേ? അവരത് ഒപ്റ്റിമൈസ് ചെയ്തപ്പോഴാണ്. ആ മൊത്തം എൻ്റെ എക്കോസിസ്റ്റം അവർ ഒപ്റ്റിമൈസ് ചെയ്തപ്പോൾ ഇതെല്ലാവർക്കും തരാൻ പറ്റുമെന്ന് മനസ്സിലായി. എന്നിട്ട് അവർക്കിപ്പോൾ പ്രോഫിറ്റബിളും ആയി. ഇത് നടക്കും. നമ്മൾ അതിൻ്റെ മുകളിൽ മെനക്കെടാത്തതുകൊണ്ടാണ്. ആരും മെനക്കെടുന്നില്ല. ഈ സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കുന്ന ഒരാളും ഈ ഒപ്റ്റിമൈസേഷനിൽ മെനക്കെടുന്നില്ല. നേരെ മാറൂജി പറഞ്ഞ കറക്റ്റാണ്. അതായത് പൈസ ഉണ്ടാക്കുന്നു, സൈബർ പാർക്കിൽ ഒരു ഫുൾ ഫ്ലോർ എടുക്കുന്നു, ആ ഫുൾ ഫ്ലോർ എടുത്തിട്ട് ബേൺ ഔട്ട് ആവുന്നു, BMW വാങ്ങുന്നു, തകർക്കുന്നു, സ്റ്റാർട്ടപ്പിൻ്റെ കളറ് ചിത്രം. ഇത് ഒപ്റ്റിമൈസ് ചെയ്യുമ്പോൾ ഈ കളറും ചിത്രവും ഒന്നും ഉണ്ടാവില്ല. ഈ ഒപ്റ്റിമൈസേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ നാളെ ഒരു പ്രോഫിറ്റബിൾ ആകുമ്പോൾ നമുക്ക് ഈ പറയുന്ന BMW എടുക്കുക, റേഞ്ച് റോവർ എടുക്കുക, ഡിഫൻഡർ എടുക്കുക, അല്ലേ, യൂട്യൂബ് ഇൻ്റർവ്യൂ കൊടുക്കുക, ഇതൊക്കെ കൊടുക്കുക. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് എത്താനുള്ള ഒരു സാധനം നമ്മൾ ചെയ്യാന്നുള്ളതല്ല. അത് ഈ അഖിൽ പറഞ്ഞത് 100% റൈറ്റ് ആട്ടോ. ഇപ്പം ഉള്ള യങ്സ്റ്റേഴ്സിൻ്റെ ഒക്കെ മെയിൻ സാധനം അതാണ്. കാരണം അവർ അത് നമ്മൾ പറയില്ല പണ്ട് ഇരുന്നിട്ട് കാല് നീട്ടാന്നുള്ള. ഈ ഒരു ചർച്ച കേട്ടപ്പം എനിക്ക് പെട്ടെന്ന് എൻ്റെ ഉമ്മ പറഞ്ഞൊരു കാര്യം ഓർമ്മ. മോളെ, ആദ്യം 5 സ്റ്റാർ റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നതിന് മുന്നേ നീ ഒരു പെട്ടിക്കട്ട നടത്തി നോക്ക്, അതിൽ കഴിച്ചലാവുകയാണെങ്കിൽ മാത്രം മതി 5 സ്റ്റാർ റെസ്റ്റോറൻറ്റ് എന്ന്. അതൊരു സത്യം. കാരണം ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിന് ഞാൻ ഒരുപാട് കുറേ പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്, 8 to 5 ജോബ് ചെയ്യാൻ മടിയായിട്ട് ഞാൻ സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്തതെന്ന്. അത് ഭയങ്കര തെറ്റാണ്. നിങ്ങൾ 24 മണിക്കൂറും ഉറക്കല്ലാതെ ആദ്യത്തെ ഫസ്റ്റ് 4 years മെനക്കെടാൻ തയ്യാറാണെങ്കിൽ മാത്രം നിങ്ങൾ പോക്കറ്റിലേക്ക് ഒന്നും ഉണ്ടാവില്ല എന്ന് തന്നെ കരുതണം. എങ്കിൽ മാത്രമേ നമുക്കൊരു സ്റ്റാർട്ടപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ആൻഡ് മിക്ക ജെൻസീസിൻ്റെയും ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, സ്റ്റാർട്ടപ്പ് ഐഡിയ ഉണ്ട്, സ്റ്റാർട്ടപ്പ് തുടങ്ങും, വാട്ട് അബൌട്ട് ദ ഫണ്ടിങ്?
ഫണ്ടിങ്ങിനെ പറ്റി നിങ്ങൾ ആലോചിക്കേണ്ട. നിങ്ങൾ നല്ല ഐഡിയ ആണ്. നിങ്ങൾ ബിസിനസ് റൺ ചെയ്ത് അതിൽ ട്രാക്ഷൻ കൊണ്ടുവരികയാണെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആൾക്കാർ ക്യൂ നിൽക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ ഇനിയൊരു ലാസ്റ്റ് ക്വസ്റ്റ്യനും കൂടി നമുക്ക് ചോദിച്ച് വൈൻഡപ്പ് ചെയ്യാം. 2026 നിൽക്കുകയാണ്. സോ ഇനി ഒരു 10 വർഷം നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി അധികം ആൾക്കാർ സ്റ്റാർട്ടപ്പുമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. ഒരു 10 വർഷം എന്തായിരിക്കും കേരളത്തിൻ്റെ അവസ്ഥ? എന്തായിരിക്കും കേരളത്തിൽ കൂടുതൽ വരാൻ പോകുന്ന സ്റ്റാർട്ടപ്സ്? ഇപ്പം ഞാൻ ഇന്നലെ വരുമ്പം ഞാനൊരു ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻ്റർവ്യൂവിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു സ്വഭാവം മാറുന്നൊരു ടൈം പീരീഡ് ഉണ്ടായിരുന്നു. അതായത് ഇൻ്റർനെറ്റ് വന്നു, ഇൻ്റർനെറ്റ് കഴിഞ്ഞ് നമ്മൾ അടുത്ത ലെവലിലേക്ക് വന്നു, നമ്മൾ മൊബൈൽ ഫോണിൻ്റെ ഒരു അപ്ഗ്രേഡേഷൻ വന്നു. അങ്ങനെ ഓരോ അപ്ഗ്രേഡേഷൻ വരുന്ന ഒരു ടൈം പീരീഡ് ഉണ്ടായിരുന്നു. നിങ്ങൾ ആലോചിച്ചാൽ മതി, കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് AI വന്നപ്പം വന്ന ട്രാൻസ്ഫോർമേഷൻ. ഇന്ന് ChatGPT ഫസ്റ്റ് വന്നപ്പോൾ എല്ലാവരും യൂസ് ചെയ്ത ഓർമ്മ ഉണ്ടാവും. ChatGPT നമ്മളൊരു കാര്യം ചോദിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ വിവരക്കേട് വിളിച്ചു പറയുന്നൊരു കാലം. ഇന്ന് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വളരെ കൃത്യമായ ഉത്തരം, നിങ്ങളുടെ ഫോട്ടോ വളരെ കൃത്യമായി മാറ്റി തരുന്നു, നിങ്ങളുടെ വീഡിയോ വളരെ കൃത്യമായി ചെയ്തു തരുന്നു. അതായത് ഇതിൻ്റെ ഫസ്റ്റ് ജനറേഷൻ സാധനമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു സെക്കൻഡ് ജനറേഷൻ വരാൻ അധിക സമയമൊന്നും വേണ്ട. മിക്കവാറും ഒരു വർഷത്തിനുള്ളിൽ ഇതിൻ്റെ ഒരു സെക്കൻഡ് ജനറേഷൻ വരും. കുറച്ചുകൂടി ക്വാളിറ്റിയുള്ള, കുറച്ചുകൂടി നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ സാധനം വരുമ്പോൾ നമ്മൾ വൈറ്റ് കോളർ ജോബിന് എല്ലാ ആൾക്കാർക്കും ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഈ ഓഫീസിലിരുന്ന് പണിയെടുക്കുക എന്ന് പറയുന്നത്. ആ പരിപാടിക്ക് ഏതാണ്ടൊരു തീരുമാനമാവും. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി, മാതൃഭൂമി പോലുള്ള ഒരു ഓർഗനൈസേഷൻ ഈ പറയുന്ന കണ്ടന്റ് ആണ് മെയിനായിട്ട് സെല്ല് ചെയ്യുന്നത് അല്ലേ. ഇതിനകത്ത് ഇനി AI ജനറേറ്റഡ് സാധനമുണ്ട്. AI ജനറേറ്റ് ചെയ്യും, ബാക്കിയുള്ളത് എന്ത് ചെയ്യും? അവർ ബുദ്ധിയുള്ള ആളുകൾ അത് കുറച്ചുകൂടി കറക്റ്റ് ചെയ്യും. കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇപ്പോൾ മാതൃഭൂമിൻ്റെ കയ്യിലുള്ള, ഞാനിപ്പോൾ എക്സാമ്പിൾ പറയാം, മാതൃഭൂമിൻ്റെ കയ്യിലുള്ള ഇത്രയും വർഷത്തെ ഡാറ്റ കംപ്ലീറ്റ് ഒരു LLMന് കൊടുത്തു എന്നായിരിക്കും, ഒരു ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിന് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഈ പറയുന്ന എന്തെങ്കിലും ഒരു ന്യൂസ് ചാനൽ കാണിച്ചു കൊടുക്കുകയോ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ്റെ വീഡിയോ എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ എല്ലാ പ്ലാറ്റ്ഫോമിലും ഈ പറയുന്ന ഇവരെഴുതുന്ന പോലെ, ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് മാതൃഭൂമിയിലെ എഡിറ്റേഴ്സ് എഴുതുന്ന പോലെ ഈ സാധനം എഴുതിയിട്ട് പോസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ ജേർണലിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എഡിറ്റർ, തിരുത്ത്, ഈ പരിപാടി അപ്രൂവൽ, ഇതൊന്നും ഇല്ലാണ്ടാവും. അപ്പോൾ എത്ര ആൾക്കാർ പണിപോയി? ഒരുപാട് ആൾക്കാർ പണിപോയി. ഇതേപോലെ ഓരോ ഡിവിഷൻ, ഹോസ്പിറ്റൽ എത്രമാത്രം ആൾക്കാരുണ്ട്? ഈ ആളുകളൊക്കെ വേണ്ടണ്ടാവും. ഇങ്ങനെ ആളുകൾ മാറുമ്പോൾ പുതിയൊരു സിസ്റ്റം വരും. ഇതിനെ റെഗുലേറ്റ് ചെയ്യാൻ, ഇതിനെ മോഡറേറ്റ് ചെയ്യാൻ, ഇതുമായിട്ട് ബന്ധപ്പെട്ട സെക്യൂരിറ്റി പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പുതിയൊരു എൻ്റയർ ഡിവിഷൻ വരും. അപ്പോൾ ഈ സ്റ്റാർട്ടപ്പുകളുടെ സ്വഭാവം ഇങ്ങനെ മാറിക്കൊണ്ടേ നിൽക്കും. സ്റ്റാർട്ടപ്പ് എന്നുള്ള വാക്കാടുണ്ടാവും, കാരണം വ്യത്യസ്തമായ പ്രോബ്ലംസാണ് സോൾവ് ചെയ്യാനുള്ളത്. ഇപ്പം ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ ഡിജിറ്റൽ സാധനങ്ങളാണ്. ഇനി ഫിസിക്കൽ സാധനം നോക്കാം. ഒരു റോഡ് ഉണ്ടാക്കണം. നമുക്കിവിടെ ഇപ്പോൾ തൊണ്ടയാട് ബൈപ്പാസ്, നമ്മൾ വലിയ റോഡ് വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി തൊണ്ടയാട് ബൈപ്പാസിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. തൊണ്ടയാട് ബൈപ്പാസ് ഇന്നിപ്പോൾ വരുന്ന സമയത്ത് ഏതാണ്ട് പൊറ്റമ്മൽ ജംഗ്ഷൻ വരെ ബ്ലോക്കാണ്, ഒരു രക്ഷയില്ല. ഈ പറയുന്ന വലിയ റോഡ് വന്നിട്ട് ഇനി അവിടെ ഒരു 3 റോഡ് കൂടി ഇങ്ങനെയൊക്കെ വരേണ്ടി വരും. നമ്മൾ ചൈനയിലൊക്കെ കാണുന്ന വേണോ? ഇതൊക്കെ ഉണ്ടാക്കാൻ ആൾ വേണോ? ഇവിടെയുള്ള വേസ്റ്റ് മുഴുവൻ പൊറുക്കാൻ ആൾ വേണോ? ഇവിടെയുള്ള കഴിഞ്ഞ ദിവസം ഒരാൾ പറയുന്നുണ്ടായിരുന്നു, ദുബായിലെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ആളുകൾ തൂങ്ങി ഇറങ്ങി ഇത് തുടയ്ക്കുന്നു. ഇത്രയൊക്കെ ടെക്നോളജി ഉള്ള ദുബായിൽ ഇപ്പോഴും അതിൻ്റെ മുകളിൽ നിന്ന് മനുഷ്യർ മറ്റേ മണ്ണാച്ചം വരുന്നവണ്ണം അങ്ങനെ തൂങ്ങി വന്നിട്ട് ഇപ്പോഴും തുടയ്ക്കുക. ഇതിനൊക്കെ ന്യൂ അപ്ഗ്രേഡേഷൻ വേണോ? ഇതിനൊക്കെ സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കണോ? ഈ സ്റ്റാർട്ടപ്പുകളൊക്കെ നമുക്ക് ഉണ്ടാക്കിക്കൂടെ? നമുക്കിതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചൂടെ? 10 കൊല്ലത്തിനുള്ളിൽ എനിക്ക് തോന്നുന്നു വെറൈറ്റി ഓഫ് സ്റ്റാർട്ടപ്പുകളുടെ ഒരു ഘോഷയാത്രയായിരിക്കും. അത് ഉണ്ടാക്കാനും അതിന് വേണ്ടിയുള്ള സപ്പോർട്ടിനും നമുക്കൊക്കെ മനസ്സുണ്ടായാൽ അടിപൊളിയാവും. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. അത്രയും കുറേ ഐഡിയാസ് തന്നതിന് താങ്ക് യു. നേരത്തെ മെഹ്റൂബ് സാർ പറഞ്ഞ ഒരു കാര്യം ഓർമ്മയുണ്ട്, അളകാപുരിയെക്കുറിച്ച്. സാർ കുറേ നല്ല വാക്കുകൾ പറഞ്ഞില്ലേ? ഞാൻ ഒരാളെ ഇൻവൈറ്റ് ചെയ്തോട്ടെ ഇങ്ങോട്ടേക്ക്. ആൻഡ് അളകാപുരിയുടെ സ്വന്തം ആളെ ഞാൻ വിളിക്കുകയാണ്. തങ്കം A മാമിനെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അളകാപുരിയുടെ ഫിനാൻസ് ഡയറക്ടറാണ്. ഞങ്ങൾക്ക് ഇങ്ങനൊരു വേദി തന്നതിൽ ആദ്യമേ തന്നെ മാതൃഭൂമിയുടെ പേരിൽ സന്തോഷം അറിയിക്കണം. 2 വാക്ക് സംസാരിക്കാമോ? എനിക്ക് പറയാനുള്ളത്, ഞാൻ കുറേ ഇവിടെ സ്റ്റാർട്ടപ്പിനെ കുറിച്ചും ഇതൊക്കെ കേട്ടു. അപ്പോൾ എനിക്ക് എൻ്റെ അമ്മയുടെ അച്ഛനെ ഓർമ്മ വന്നു. അച്ഛൻ ഒരു ഓർഫനായിരുന്നു. അച്ഛനും അമ്മയൊന്നും ഇല്ലാത്ത, എന്നിട്ട് ഒറ്റപ്പാലത്ത് നിന്ന് ഒരു ആട്ടിൻകുട്ടി ഉള്ളതിനെ 3 ഉറുപ്പ്യക്ക് വിറ്റിട്ട് ട്രെയിനിൽ കയറി കോഴിക്കോട്ട് വന്നിട്ടുള്ള ഒരാളാണ്. അച്ഛൻ ഉണ്ടാക്കിയ അളകാപുരിയാണ് ഇത്. പിന്നെ എൻ്റെ അച്ഛൻ നോക്കി, അങ്കിൾസ് ഉണ്ട്, ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അന്നത്തെ ഒരു സ്റ്റാർട്ടപ്പിൻ്റെ ഒരു ധൈര്യം അച്ഛൻ കാണിച്ചത് ഞാൻ ഭയങ്കരമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യാം ഇപ്പോൾ. ബിക്കോസ് എന്താ പറയുക, നമുക്കിപ്പോൾ എത്ര കാര്യങ്ങൾ നമുക്കിപ്പോൾ ഇവിടെ ഓൺലൈൻ കിട്ടും, എല്ലാ സപ്പോർട്ടും എല്ലാം ഒരുപാട് കാര്യങ്ങൾ കിട്ടണ ഒരു കാലമാണിപ്പോൾ. അന്നൊന്നുമില്ലാത്ത ഒരുപാട് നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. എന്താ കൃഷ്ണനാരെ ചോറ് വിറ്റിട്ടാണോ പൈസ ഉണ്ടാക്കുക, അത് നല്ല കാര്യമല്ല എന്ന് പറഞ്ഞ് അഡ്വൈസ് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ ഇന്ന് നോക്കുമ്പോൾ ടൂറിസമും ഹോട്ടൽ ഇൻഡസ്ട്രിയും കഫേസും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ. ആൻഡ് ഐ തിങ്ക് എന്താ പറയുക, ഇറ്റ് സപ്പോർട്ട്സ് കൈൻഡ് ഓഫ് നമ്മുടെ ഒരു കൂട്ടായ്മ സപ്പോർട്ട് ചെയ്യണതാണ് ഇതൊക്കെ. നമ്മൾ ഈ സ്റ്റാർട്ടപ്സൊക്കെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് വളരെ ലോൺലി ജോബ്സാണ്.
നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് ഒറ്റയ്ക്ക് സംരംഭം ചെയ്ത് ഒറ്റയ്ക്ക് ആലോചിച്ച് ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് ഒരുപാട് ആൾക്കാരെ കൺവിൻസ് ചെയ്തിട്ട് ചെയ്യേണ്ട കാര്യങ്ങളും ഇവിടെ ഇപ്പോൾ എനിക്കിപ്പോൾ പറയുമ്പോൾ പലകാരിലാണെച്ചാൽ ഇപ്പോൾ എനിക്കുള്ള സ്റ്റാഫൊക്കെ നമ്മളൊക്കെ ഫാമിലി. അതൊരു നമ്മൾ കൂടുതൽ ജോലി ചെയ്യുമ്പോഴും ഈ ഒരു ജോലി ഉണ്ടല്ലോ, നമ്മളിങ്ങനെ ആൾക്കാരെ സെർവ് ചെയ്യുക, ആൾക്കാരെ സന്തോഷിപ്പിക്കുക, ആൾക്കാരുടെ സന്തോഷങ്ങൾ നമുക്കും കൂടെ പകർന്ന് കിട്ടുക, അതിനൊരു വല്ലാത്തൊരു സുഖം, പിന്നെ ഒരു എന്താ പറയുക, ഒരു ഹാപ്പിനെസ്സും ഉണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇതൊക്കെ മുന്നോട്ട് പോകണം, അതിന് എയും മറ്റേതും മറിച്ചതും അതൊക്കെ എന്തൊക്കെ പാവണമെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ എൻ്റെ കസ്റ്റമേഴ്സ് ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ മോളെ വിളിച്ചിട്ടും ചിലപ്പോൾ ആൾക്കാർ വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തരും. ഇതിങ്ങനെ തന്നെ വെക്കണം കേട്ടോ, അത് മാറ്റരുത്. കാരണം എല്ലാം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഇപ്പോൾ, എല്ലാ കാര്യങ്ങളും. അതും ഈ പറഞ്ഞ കൂട്ടത്തിൽ എനിക്ക് വളരെ വളരെ വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ എന്നെ മേലെ കയറ്റിയിട്ട് ഇതെന്താന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയും നമ്മുടെ ലോണ് നല്ല ഭംഗിയുള്ള സ്ഥലം. അപ്പോൾ അവർ പറഞ്ഞു ഈ ടൗണിൻ്റെ നടുക്ക് ഇത്ര വേസ്റ്റ് ചെയ്യണോ ഈ സ്ഥലം, ഇതൊക്കെ ഒഴിവാക്കുക, എന്നിട്ട് ബിൽഡിങ് കെട്ട്. അങ്ങനെയും പറഞ്ഞു തരുന്ന ലൈക്ക് മോഡേൺ ആയിട്ടുള്ള ചിന്താഗതിയുള്ള ഒരുപാട് ആൾക്കാർ. ബട്ട് ഐ തിങ്ക് സർട്ടൻ തിങ്സ് ഇൻ ലൈഫ് ദ മോർ തിങ്സ് ചേഞ്ച് ദ മോർ തിങ്സ് ഷുഡ് റിമെയിൻ ദ സെയിം. ആ ഒരു കൺസെപ്റ്റാണ് എനിക്ക് സർ. ആൻഡ് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ടു മാതൃഭൂമിയുടെ കേശവമേനോൻ സാറാണ് എൻ്റെ അച്ഛന് അളകാവരി എന്ന് പേര് നിർദ്ദേശിച്ചത്. കൃഷ്ണനാരദന് അളകാവരി എന്ന് പേരിട്ടാൽ മതി എന്ന് പറഞ്ഞത്. അന്ന് തൊട്ട് ഇന്ന് വരെ. ആൻഡ് ഐ എം സോ ഹാപ്പി ദറ്റ് all of us are here today. ആൻഡ് താങ്ക് യു ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഇങ്ങോട്ട് കിട്ടും. അതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. ഓക്കെ മാം, താങ്ക് യു സോ മച്ച്.